Meet the editors. ഹലോ, ഗുഡ് ഈവനിംഗ്. പ്രതിദിന വാർത്താ വിശകലന പരിപാടി മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ധനപ്രതിസന്ധിയിലെ അടിയന്തര പ്രമേയ ചർച്ചയിൽ സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിച്ച് പ്രതിപക്ഷം. സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. കേന്ദ്ര നിലപാട് കാണാതെ പ്രതിപക്ഷം സംസ്ഥാനത്തെ മാത്രം കുറ്റപ്പെടുത്തുകയാണെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ കുറ്റപ്പെടുത്തി. ധനമന്ത്രിയുടെ മറുപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അടിയന്തര പ്രമേയ ചർച്ചയിൽ കണക്കുകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിപക്ഷത്തിന്റെ കടന്നാക്രമണം. റോജി എം ജോൺ അവതരിപ്പിച്ച പ്രമേയത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണക്കാർ സംസ്ഥാന സർക്കാരാണെന്ന് കുറ്റപ്പെടുത്തി. നികുതി പിരിവിലെ വീഴ്ചയാണ് പ്രതിസന്ധിയുടെ പ്രധാന കാരണമെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ട്രഷറി താഴിട്ട് പൂട്ടി താക്കോൽ പോക്കറ്റിലിട്ടുകൊണ്ടാണ് ധനകാര്യമന്ത്രി നടക്കുന്നത്. ഒരു ഓട പോലും പണിയാൻ കയ്യിൽ പണമില്ലാത്ത സർക്കാരാണ്. ബോധ്യം വേണം. ഇന്ന് കേരളത്തിൽ ഏത് സാധനവും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് നികുതി കൊടുക്കാതെ വിൽക്കാൻ പറ്റുന്ന നികുതി വെട്ടിപ്പുകാരുടെ പറുദീസയാണ് കേരളം. കേന്ദ്രത്തെ സംരക്ഷിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് ഭരണപക്ഷവും കുറ്റപ്പെടുത്തി. പ്രതിപക്ഷ ആരോപണങ്ങൾ തള്ളിയ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ കേന്ദ്ര നിലപാട് പ്രതിപക്ഷം കാണാതെ പോകുന്നതായും വിമർശിച്ചു. വലിയ വരുമാനങ്ങളുടെ കാര്യത്തിൽ വലിയ വെട്ടിക്കുറവ് വന്നിട്ടും ചെലവിന്റെ കാര്യത്തിൽ കുറവ് വന്നില്ല സാർ. ചെലവ് 4,000 കോടി അധികം പോയി. അല്ലാതെ ഇവിടെ അങ്ങ് പൂച്ചവെറ്റി കിടക്കുകയാണ് ട്രഷറിയിൽ, ഒരു പണിയില്ല എന്നൊക്കെ പറയുന്നതല്ല വസ്തുത. സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണങ്ങൾ ഒന്നൊന്നായി വിശദീകരിക്കാനാണ് ധനമന്ത്രി ശ്രമിച്ചത്. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങളൊന്നും ധനമന്ത്രി മുന്നോട്ട് വെച്ചില്ലെന്ന് കുറ്റപ്പെടുത്തിയ പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. അടിയന്തര പ്രമേയം നിയമസഭ തള്ളി. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ചോദ്യം ഇതാണ്: കെടുകാര്യസ്ഥതയോ? സുജയ്, ഇന്ന് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടി റോജി നോട്ടീസ് കൊടുക്കുമ്പോൾ ഒരുപക്ഷെ പ്രതിപക്ഷം കരുതിയിട്ടില്ല എന്നാണ് ഇപ്പോൾ പി ചിത്രരഞ്ജൻ പറഞ്ഞത് അനുമതി ലഭിക്കുമെന്ന്. അപ്പോൾ അനുമതി ലഭിച്ചു. 2 മണിക്കൂർ നേരം വലിയ ചർച്ച നടന്നു. ആരാരെ എക്സ്പോസ് ചെയ്തു എന്നാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ എത്തുന്നത്. 2 മണിക്കൂർ ചർച്ച നടന്നിട്ടില്ല എന്നതാണ് വസ്തുത. 1 മണിക്കൂർ 7 മിനിറ്റ് ആയപ്പോഴേക്കും പ്രതിപക്ഷം ബഹളം തുടങ്ങി. 1 മണിക്കൂർ 36 മിനിറ്റ് ആയപ്പോൾ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങിപ്പോയി. അതായത് ചർച്ചയ്ക്കായി അനുവദിച്ച 2 മണിക്കൂർ പോലും പ്രൊഡക്റ്റീവായി ഉപയോഗിക്കാൻ പ്രതിപക്ഷം തയ്യാറെടുത്തല്ല വന്നത്. ഒരു അടിയന്തര പ്രമേയ നോട്ടീസ് കൊടുക്കുന്നു, പതിവ് പോലെ അത് അവതരണാനുമതി നിഷേധിക്കുന്നു, വാർത്താ പ്രാധാന്യം നേടുന്നു. ഞങ്ങൾ ഇത് ഉന്നയിക്കാൻ ശ്രമിച്ചു, പക്ഷേ അത് വിജയിച്ചില്ല. കൃത്യമായി കേന്ദ്രത്തിനെതിരെ നടത്തുന്ന സമരത്തിലേക്ക് ഞങ്ങൾ പോകാത്തത് ഇതുകൊണ്ടാണ്, ഞങ്ങളെ കൂടി വസ്തുതകൾ ബോധ്യപ്പെടുത്തൂ, ധവളപത്രം ഇറക്കൂ എന്നൊക്കെയാണല്ലോ പ്രതിപക്ഷം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സ്ഥിരം പ്രതികരണത്തിൽ നിർത്താം എന്നാണ് പ്രതിപക്ഷം കരുതിയിരുന്നത്. പക്ഷേ അവിടെ കൃത്യമായി അതിൽ അവർക്ക് തെറ്റിപ്പോയി. മുഖ്യമന്ത്രി അവിടെ കൃത്യമായ ഒരു സ്റ്റാൻഡ് എടുത്തു എന്നതാണ് ഇന്നത്തെ ആകെ കാര്യങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ 2 മണിക്കൂർ ചർച്ചയിൽ എത്തുമ്പോൾ ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണിക്കൂറാണ് നിശ്ചയിച്ചത്. പക്ഷേ അക്കാര്യത്തിൽ കൃത്യമായി ഒട്ടും പഠിച്ചല്ല വന്നതെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു പ്രതികരണങ്ങൾ. അതെ, പ്രതിപക്ഷത്തിന് കൃത്യമായ മറുപടികൾ പലയിടത്തും ഇല്ലായിരുന്നു. ഡയലോഗ്സ് ആയിരുന്നു കൂടുതൽ, കണക്കുകളേക്കാൾ കൂടുതൽ ഡയലോഗ്സ് ആയിരുന്നു സഭയിൽ കേട്ടത്. ആ ഒരു മൊത്തം ഇവന്റ്സ് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അവർ ഈ ഡയലോഗ് ഡെലിവറിയിലേക്ക് പോയപ്പോൾ ഒരു ഘട്ടത്തിൽ ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിന് അതേ രീതിയിൽ പ്രതികരിക്കേണ്ടി വന്നു. വണ്ടി ഓടത്തില്ല എന്ന അവസ്ഥയില്ല, ട്രഷറിയിൽ പൂച്ച വെറ്റ് കിടക്കുകയല്ല എന്നൊക്കെ അദ്ദേഹത്തിനും ഒരു ടിറ്റ് ഫോർ ടാറ്റ് എന്ന പോലെ മറുപടി കൊടുക്കേണ്ടി വന്നു. അതാണ് നമ്മൾ കണ്ടത്. ഇതിൽ മാത്യു കുഴൽനാടൻ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാണ് അവതരിപ്പിച്ചത് എന്ന് വേണം കരുതാൻ. കുറച്ച് കാര്യങ്ങൾ, പൂർണ്ണമായും എന്നല്ല ഞാൻ പറയുന്നത്, കുറച്ച് കാര്യങ്ങൾ. 57,000 കോടി, ആ 57,000 കോടി കിട്ടാനുണ്ടെന്ന് ധനമന്ത്രി പറഞ്ഞത് തെറ്റാണ് എന്ന് സ്ഥാപിക്കാനാണ് മാത്യു കുഴൽനാടൻ ഇന്ന് പ്രധാനമായും ശ്രമിച്ചത്. അതെ, അത് തന്നെ, അതാ പറഞ്ഞു, കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് വന്നു. അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിച്ചത്. അപ്പോൾ അതിൽ പറയുന്ന കണക്ക് അന്ന് പറഞ്ഞ അതേ കണക്കാണ്. 2023 ജൂലൈയിൽ ധനമന്ത്രി കേന്ദ്രത്തോട് പറഞ്ഞത് എന്താണ്? 31,169. നമുക്ക് തന്നെ അറിയാമല്ലോ, 2023 ജൂലൈക്ക് ശേഷം ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ തന്നെ കൃത്യമായി ഫാക്സ് വെച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇത്രയാണ്, ഏതൊക്കെ ഹെഡ്സിലാണ് ഈ വിഹിതം കിട്ടാനുള്ളത് എന്നതൊക്കെ പറയുന്നു. അതിന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ വന്ന് മറുപടി പറയുന്നു. അതൊക്കെ ഈ കണക്ക് വിശദമാക്കി തന്നെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നിൽക്കുന്ന ഒരു ഘട്ടമുണ്ട്. അപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി ഇടപെട്ട ഒരു സേഫ്റ്റി മെഷർ എന്ന രീതിയിൽ പി കെ കുഞ്ഞാലിക്കുട്ടി ഇടപെടുകയാണ്. പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നു ചെലവിന് കുറവില്ല, ഇവന്റ് മാനേജ്മെന്റ് കുറച്ചുകൂടെ. കാരണം ഈ കണക്ക് പറയുന്നതിലെ പാളിച്ച മനസ്സിലാക്കിയിട്ടാണോ എന്നറിയില്ല, പി കെ കുഞ്ഞാലിക്കുട്ടി ഇടപെട്ടുകൊണ്ട് മറ്റൊരു തരത്തിലേക്ക് ചർച്ച വിടുന്നു. അതിനുശേഷം കെ രമ അടക്കമുള്ളവർ ഏറ്റെടുക്കുമ്പോഴും സമാന രീതിയിൽ ആ ചർച്ച കൊണ്ടുപോകുന്നതാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്.
ഇതിൽ ധനമന്ത്രി ചില കാര്യങ്ങളൊക്കെ ഇന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആഭ്യന്തര വരുമാനം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചു. അത് എത്രത്തോളം വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നതിന് ധനമന്ത്രിയുടെ പക്കലും കൃത്യമായ കണക്കുണ്ടായിരുന്നില്ല. 2 വർഷം കൊണ്ട് അധികമായി പിരിച്ച തുക മാത്രമാണ് അദ്ദേഹവും ഇന്ന് വിശദീകരിച്ചത്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 24,000 കോടിയോളം അധികമായി പിരിച്ചു എന്നുള്ളത് ധനമന്ത്രി കെ. ബാലഗോപാൽ. 77,000 കോടി. അതെ, 24,000 കോടിയുടെ ഒരു പ്ലസ് അതുണ്ടായി എന്നുള്ളത് അദ്ദേഹം കൃത്യമായി പറയുന്നു. അതിനിടയിൽ എന്നെ നെല്ലിക്കുന്ന് ഇടപെടുമ്പോൾ കേന്ദ്രത്തിനെതിരായ സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിൽ ഉള്ള ഒരു രാഷ്ട്രീയ ചോദ്യം അതിനിടയിൽ കടന്നു വരികയാണ്. കേന്ദ്രത്തിനെതിരെ അല്ലെങ്കിൽ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തരുത് എന്ന് നിങ്ങൾക്ക് നയമുണ്ടോ എന്ന് കൃത്യമായി അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി അതിന് പിന്നീട് കൊടുക്കുന്ന ഒരു മറുപടിയും വളരെ ശ്രദ്ധേയമായി എനിക്ക് തോന്നി. കാരണം നിങ്ങൾ ഈ സമരം നടത്തുന്നത് ഒരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിലാണ്, തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുമ്പോഴാണ്. കുറച്ച് നേരത്തെ നിങ്ങൾ ഈ സമരം പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഒപ്പം ഉണ്ടായേനെ എന്ന ഹിന്റ് കൃത്യമായി പി കെ കുഞ്ഞാലിക്കുട്ടി നടത്തുന്നുണ്ട്. അപ്പോൾ UDF ആകെ ഒന്നിച്ച് സമരം വേണ്ട എന്നൊരു സമീപനമില്ല എന്ന് വ്യക്തമാക്കുന്ന മറുപടി ഇന്ന് കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗത്ത് നിന്ന് കേട്ടു. അതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ 15ാം ധനകാര്യ കമ്മീഷന്റെ കാലാവധി കഴിഞ്ഞ് 16ാം ധനകാര്യ കമ്മീഷനിലേക്ക് എത്തുകയാണ്. കമ്മീഷൻ ചെയർമാനെയൊക്കെ നിശ്ചയിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ 15ാം ധനകാര്യ കമ്മീഷൻ നികുതി വിഹിതം നിശ്ചയിച്ചപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും പ്രതിഷേധിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെ വിയോജിപ്പ് തുറന്നു പറയാൻ എന്തുകൊണ്ട് ഇതുവരെ തയ്യാറായില്ല എന്ന ചോദ്യം ഇന്നത്തെ ചർച്ചയിൽ ഉടനീളം നോക്കുകയാണെങ്കിൽ അതിൽ പ്രസക്തമായ ഒരു ചോദ്യമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ക്ഷേമ പദ്ധതികളുടെ മറവിൽ പരിധിയില്ലാതെ കടം വാങ്ങുന്നു, വരവ് നോക്കാതെ ചെലവഴിക്കുന്നു. ഇതാണല്ലോ കേരളത്തിനെതിരെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള പ്രധാനപ്പെട്ട ആരോപണം. അപ്പോൾ സംസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്ന 3 കാര്യങ്ങൾ: ധനകാര്യ കമ്മീഷന്റെ ഗ്രാന്റ്, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ, സാമ്പത്തിക ഉത്തരവാദിത്ത ബജറ്റ് മാനേജ്മെന്റ്, FRBM നിയമം അനുശാസിക്കുന്ന കടമെടുപ്പ് പരിധി, ഇത് തന്നെയാണ് സംസ്ഥാനം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ 3 കാര്യങ്ങളിലും പ്രതിപക്ഷത്തിന് ഇന്നൊന്നും പറയാനുണ്ടായിരുന്നില്ല. ഈ 3 കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി ഒന്നും പഠിച്ച് തയ്യാറാക്കി അല്ല പ്രതിപക്ഷം ഇന്ന് നോട്ടീസ് കൊടുത്തത് എന്ന് വ്യക്തമാക്കുന്ന ഒരു ചർച്ചയാണ് സഭയിൽ ഞാൻ കണ്ടത്. തെറ്റാണെങ്കിൽ അങ്ങേക്ക് അതിൽ കൺഫർമേഷൻ ഉണ്ടെങ്കിൽ പറയാം. ഇനിയിപ്പോൾ നോക്കൂ, 16ാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷനായ അരവിന്ദ് പനഗാരിയ വരികയാണ്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് കേരളത്തിന് കിട്ടാനുള്ള വിഹിതം ഇനിയും കുറയാൻ പോവുകയാണ്, അല്ലാതെ കൂടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നില്ല. മിച്ച വിഹിതത്തിന്റെ 1.92% മാത്രമാണ് കേരളത്തിന് ലഭിച്ചത്. അപ്പോൾ ഈ മൊത്ത വിഹിതത്തിൽ നഷ്ടം സംഭവിച്ചതിനെക്കുറിച്ചുള്ള 15ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശകൾ അനുസരിച്ചുള്ള ആ കുറവിനെക്കുറിച്ച് സംസാരിക്കാൻ പോലും പ്രതിപക്ഷം തയ്യാറാകുന്നില്ല എന്നിടത്താണ് പ്രതിപക്ഷം എക്സ്പോസ് ആവുന്നത്. പ്രതിപക്ഷം ഇന്നത്തെ ചർച്ചയിൽ എക്സ്പോസ് ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അവസാനിപ്പിക്കാം. എന്തായാലും കള്ളക്കണക്കല്ല പറയുന്നത് എന്ന് ധനമന്ത്രി പറയുമ്പോൾ ആ കണക്കിൽ കൺഫ്രണ്ട് ചെയ്യാൻ പോലും പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. ആ കള്ളക്കണക്കല്ല എന്ന് പറഞ്ഞതിന്റെ തൊട്ടടുത്ത മിനിറ്റിലാണ് ഇവർ ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ ആ ഇറങ്ങിപ്പോക്ക് മറുപടി ഇല്ലാത്തത് കൊണ്ടാണോ എന്ന ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. നികേഷ് കുമാർ, യഥാർത്ഥത്തിൽ നമ്മൾ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും ദുർബലമായ ഒരു അടിയന്തര പ്രമേയ ചർച്ചയായിരുന്നു ഇന്നത്തേത്. അടിയന്തര പ്രമേയ ചർച്ച കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു. അതായത് നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ വിഷയം അടിയന്തര പ്രമേയമായി വരികയാണ് എങ്കിൽ സഭ അത് ചർച്ചയ്ക്കെടുക്കും, ക്യാമറയ്ക്ക് തുറന്നു കൊടുക്കുമെന്ന്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന് ജനങ്ങളോട് പറയാനുള്ള ഒരു അവസരം കിട്ടുകയാണ്. അതാണിന്ന് മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ ആദ്യം തന്നെ വ്യക്തമാക്കിയത്. ഇങ്ങനെ ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിച്ചതിൽ ഞാൻ പ്രതിപക്ഷത്തോട് നന്ദി പറയുന്നു എന്നുള്ളത്. അപ്പോൾ സർക്കാർ വെൽ എക്വിപ്ഡ് ആണ് ഈ വിഷയത്തിൽ. കാരണം ഇതിനകം തന്നെ കേന്ദ്രത്തിന് നിരവധി തവണ കത്തയച്ചു കഴിഞ്ഞിരിക്കുന്നു, റിട്ട് സമർപ്പിച്ചിരിക്കുന്നു സുപ്രീം കോടതിയിൽ. ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ഒരേ കാര്യങ്ങൾ തന്നെ, ഇപ്പോൾ നമ്മൾ നവകേരള സദസ്സിലെ പ്രസംഗങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഒരേ തവണ തന്നെ ആവർത്തിക്കുകയാണ് ഇതേ കാര്യങ്ങൾ. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മനപ്പാഠമാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെയും എന്നുള്ളതാണ്. പിന്നെ പ്രതിപക്ഷം കോൺഫ്രണ്ട് ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ 57,400 കോടി യഥാർത്ഥത്തിൽ ഉണ്ടോ? നിങ്ങൾ ധനമന്ത്രിക്ക് അയച്ചിട്ടുള്ള കത്തിൽ ഈ 57,400 ഇല്ലല്ലോ എന്നുള്ളതാണ് പ്രതിപക്ഷം ഉന്നയിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഏക ചോദ്യം. അതിൽ യാതൊരു പ്രസക്തിയുമില്ല. കാരണം 57,400 എന്ന് പറയുന്നൊരു ഡിജിറ്റ് ഒരുപക്ഷെ കിട്ടണമെന്ന് നമുക്ക് ആഗ്രഹമുള്ള തുക കൂടി ഉണ്ടാകും. കഴിഞ്ഞതുമായി ബന്ധപ്പെട്ട്, കഴിഞ്ഞ സാമ്പത്തിക വർഷത്തേതുമായി ബന്ധപ്പെട്ട്, കഴിഞ്ഞ ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള തുകയിൽ ഉണ്ടായിട്ടുള്ള കുറവ് അത് റിഫ്ലക്റ്റ് ചെയ്യുക എന്നുള്ളത് നിലവിലുള്ള ഒരു സർക്കാരിൻ്റെ അവരുടെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ആവശ്യം കൂടിയാണ്. അതുകൊണ്ട് ആ നിലയിൽ മാത്രം ഈ പറയുന്ന 57,400 കണ്ടാൽ മതി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ കേന്ദ്രം പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്ന് പറയുന്ന കേസ് അവതരിപ്പിക്കാൻ യഥാർത്ഥത്തിൽ കെ.എൻ. ബാലഗോപാലിനും സംഘത്തിനും സാധിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് പ്രാഥമികമായി പറയാനുള്ളത്. ഞാൻ പറയുന്നത് ഇതിങ്ങനെ നമ്മൾ ഓരോ പോയിൻ്റായി എടുത്തു പറയുമ്പോൾ അത് ലാഗ് തോന്നും. അതുകൊണ്ട് നമുക്കൊരു ചർച്ച എന്ന് പറയുന്ന 2ാം ഘട്ടത്തിൽ ഞാൻ കൂടുതൽ കൂട്ടിച്ചേർക്കാം. പ്രാഥമികമായിട്ടുള്ള എൻ്റെ നിരീക്ഷണത്തിൽ ഇന്ന് പ്രതിപക്ഷത്തിന് വേണ്ടത്ര കണക്കുകൾ വെച്ച് ഈ ചർച്ചയെ അർത്ഥവത്താക്കാൻ കഴിയാതെ പോയി എന്നതാണ് ഞാനതിൽ കാണുന്നത്.
വളരെ കൃത്യമായ കണക്കുകൾ വെച്ചുകൊണ്ട് നമുക്കിത് പറയാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ CAG-യുടെ റിപ്പോർട്ട് ഇന്നിപ്പോൾ മേരി ജോർജ് പറയായിരുന്നു. CAG റിപ്പോർട്ട് 2022 പറഞ്ഞിരിക്കുന്നത് റവന്യൂവിൻ്റെ കാര്യത്തിൽ എത്രമാത്രം കുറവാണ് സംഭവിച്ചിരിക്കുന്നത്. 22,000 കോടി രൂപയാണ് സംസ്ഥാനത്തിന് പിരിച്ചെടുക്കാനുള്ളത്. അതിൽ 13,000 കോടി രൂപയുള്ളത് വിവിധ GST വകുപ്പുകളിൽ നിന്നായി പിരിച്ചെടുക്കേണ്ട തുകയാണ്. അത് 2022 പിരിച്ചെടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ 2023 ആകുമ്പോഴേക്കും പിരിവ് കൂടിയിട്ടുണ്ട്, നികുതി വരുമാനത്തിൽ ചെറിയ വർധനവുണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെ മേഖലകളിൽ ഏതൊക്കെ രീതിയിലാണ് അത് നടന്നിട്ടുള്ളത് എന്നതൊന്നും സ്ഥാപിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. കാരണം CAG റിപ്പോർട്ടൊന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ സ്വാഭാവികമായും ഈ കണക്കുകൾ ഉണ്ടാവില്ല. കാര്യം പ്രതിപക്ഷത്തിന് ഈ കണക്ക് വരുന്നത് ഒന്നുകിൽ ഈ വരാൻ പോകുന്ന 5-ാം തീയതിയിലെ ബഡ്ജറ്റ് വയ്ക്കുമ്പോഴാണ്, അതല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള ഈ സർവേ നടക്കുമ്പോഴാണ്. അപ്പോൾ കണക്കില്ല. വരുമാനം കൂടിയത് സംബന്ധിച്ച് വ്യക്തമായ കണക്ക് ധനമന്ത്രി എന്ന് പറയുന്നുണ്ട്. 47,000-ൽ നിന്ന് 71,000 കൂടി. ഇന്ത്യയിലെ ആഭ്യന്തര വരുമാനം ആദ്യത്തെ 5 സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ട് കൂടിയിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഇതിനെ കൺഫ്രണ്ട് ചെയ്യാനുള്ള കണക്ക് അവരുടെ കയ്യിൽ ഇല്ലാത്ത കാരണം ബഡ്ജറ്റ് വരുമ്പോഴാണ് ഇതൊക്കെ ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് ഈ റവന്യൂ വരുമാനം കൂടിയിട്ടുള്ളത്. കാര്യം മറുഭാഗത്തുള്ളത് ആകെ 2022 CAG റിപ്പോർട്ട് മാത്രമാണ് പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ ആയുധമായിട്ടുള്ളത്. പിന്നെ ഇവരെല്ലാം പറയുന്നത് കേൾക്കാനേ പറ്റൂ. ധനമന്ത്രി പറയാണ് 47,000-ൽ നിന്ന് മറ്റൊരു കണക്ക് പറഞ്ഞു ധനമന്ത്രി. അതിന്നിപ്പോൾ പത്മകുമാർ ഖണ്ഡിച്ചിട്ടുണ്ട്. 1,21,000 കോടി രൂപയാണ് 2023 ഡിസംബർ വരെയുള്ള ചെലവെങ്കിൽ ഇപ്പോൾ 4,000 കോടി അധികമായി ചെലവിട്ടിരിക്കുന്നു. 1,26,000 കോടിയിലേക്ക് ചെലവ് വർദ്ധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും പദ്ധതി വിഹിതങ്ങളോ പദ്ധതി നിർമ്മാണത്തിൻ്റെ കാര്യത്തിലോ വലിയ വീഴ്ചയൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ അതിലൊരു അപകടമുണ്ട്. കാരണം തദ്ദേശ സ്ഥാപനങ്ങളുടെ 2ാമത്തെ ഗഡു വിതരണം ചെയ്തിട്ടില്ല. കരാറുകാർക്കുള്ള കുടിശ്ശിക എന്നുള്ളത് ഭീമമായ കുടിശ്ശികയാണ്. അതും ഏറ്റവും കൂടുതൽ കരാറുകാർക്ക് കൊടുക്കാനുള്ളത് നിർമ്മാണ തൊഴിലാളി മേഖലയിലാണ്. സിവിൽ സപ്ലൈസിലെ കുടിശ്ശിക ഭീകരമാണ്. കാരുണ്യ പദ്ധതിയിലെ കുടിശ്ശിക ഭീകരമാണ്. ആശുപത്രികളിൽ 1,342 കോടിയോളം രൂപ കൊടുക്കാൻ ബാക്കി നിൽക്കുന്നു. അപ്പോൾ കുടിശ്ശികയുടെ കാര്യത്തിൽ ഒരു വലിയ ഡെഫിസിറ്റ് അവിടെ നിൽക്കുന്നു, വലിയൊരു കണക്ക് അവിടെ നിൽക്കുന്നു. അപ്പോഴാണ് ഈ ചെലവിൻ്റെ കാര്യത്തിൽ പറയുന്നത് ആ കണക്കുകളെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനുള്ള കണക്കുകൾ ഇനി ബഡ്ജറ്റിലാണ് വരേണ്ടത്. അതുകൊണ്ടാണ് പ്രതിപക്ഷം അവിടെ നിരായുധരായി പോയത്, കണക്കുകളില്ലാതെ. അതുകൊണ്ട് പ്രതിപക്ഷം കൂടുതൽ പൊളിറ്റിക്സിലേക്ക് പോയി. പക്ഷേ പ്രതിപക്ഷം പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് ഈ GST കോമ്പൻസേഷൻ കഴിഞ്ഞ വർഷം അവസാനിക്കുമെന്നുള്ളത് GST നിയമത്തിൻ്റെ ഭാഗമാണ്. ഇത് ഇനി GST കോമ്പൻസേഷൻ ലഭിക്കാതെ വരും എന്ന് സർക്കാരിന് നേരത്തെ അറിയാം. ഡോക്ടർ തോമസ് ഐസക് അതിൽ അംഗമായിരുന്നു. 26% വർധനവുണ്ടാവുമെന്നാണ് അവിടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. നോക്കൂ, GST കോമ്പൻസേഷൻ അടുത്ത 5 വർഷം കൊണ്ട് പറഞ്ഞു. രണ്ടാം ഘട്ടത്തിൽ വരാം. ഞാൻ എൻ്റെ വാദം നമ്പർ 1, ഇന്നത്തെ അടിയന്തര പ്രമേയ ചർച്ച ആ അർത്ഥത്തിൽ ദുർബലമായിരുന്നു. പ്രതിപക്ഷത്തിന് വേണ്ടത്ര കണക്കുകൾ ഉണ്ടായിരുന്നില്ല. കണക്കുകളില്ലാതെ നിങ്ങൾക്കൊരിക്കലും സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച അർത്ഥപൂർണ്ണമായി അവസാനിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല. 3, 57,000 കോടി എന്നുള്ളത് ഒരു വിഷ് ലിസ്റ്റ് മാത്രമാണ് എന്ന് പ്രതിപക്ഷത്തിന് സമർത്ഥിക്കാൻ സാധിച്ചു കുറേയൊക്കെ. അതാണ് എൻ്റെ 4ാമത്തെ പോയിന്റ്. ഒരു സംസ്ഥാന സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത കിടക്കുന്നത് പിരിവ് കുറച്ചു എന്നത് മാത്രമല്ല, ദീർഘവീക്ഷണമുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും ഈ പരിമിതികളെ മറികടക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് ഭരണത്തെ കൊണ്ടുപോകാനും സാധിച്ചു എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അത് പിരിവിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നികുതിയേതര വരുമാനത്തിൻ്റെ വർധനവുണ്ടായി എന്ന് പറയുമ്പോഴും വലിയ ഒരു ഡെഫിസിറ്റ് അവിടെ ഉണ്ടാവുമെന്ന് ഈ സംസ്ഥാന സർക്കാർ നേരത്തെ അറിയണമായിരുന്നു. ഈ 57,000 കോടിയിൽ ചുരുങ്ങിയ 27,000 കോടി രൂപയോളം സംസ്ഥാന സർക്കാരിന് നഷ്ടം വരും. കാര്യം 1.93% മാത്രമാണ് 15ാം ധനകാര്യ കമ്മീഷൻ പ്രകാരം കേരളത്തിന് കൊടുക്കുന്നത്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 18,000 കോടി രൂപയുടെ കുറവ് അവിടെ ഉണ്ടാക്കും. GST കോമ്പൻസേഷൻ്റെ കാര്യത്തിൽ 12,000 കോടി രൂപയുടെ കുറവ് അവിടെ ഉണ്ടാവും. ഇത് വളരെ എക്സ്പ്ലിസിറ്റ് ആണ്. ഇതിൽ ഒരു സംഭവം ഒന്നും മാറാൻ പോകുന്നില്ല. ഇത് വളരെ കൃത്യമായി സർക്കാരിന് മനസ്സിലാക്കേണ്ടിയിരുന്നു. ആ 30,000 കോടിയെ മറികടക്കാൻ ആകെ സർക്കാരിൻ്റെ കയ്യിലുണ്ടായിരുന്നു തുറപ്പുചീട്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ സിൽവർ ലൈൻ പോലെയുള്ള വലിയ പദ്ധതികൾ വരിക എന്നത് മാത്രമായിരുന്നു. ആ പദ്ധതി നടപ്പിലാകാതെ പോയതടക്കം വലിയ രീതിയിലുള്ള തിരിച്ചടി നേരിട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ അർത്ഥത്തിൽ 57,000 കോടി എന്നുള്ളത് ഒരു വിഷ് ലിസ്റ്റ് മാത്രമാണ്. അതിൽ തീർച്ചയായും കേരളത്തിന് മാത്രമായിട്ടല്ല മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും സാമ്പത്തിക ഞെരുക്കം സംഭവിച്ചു. അത് വലിയ ഫിസ്ക്കൽ ഫെഡറൽ വിഷയമാണ്. അത് വേണ്ടത്ര രീതിയിൽ കൈകാര്യം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. നോക്കൂ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ നിയമസഭയിൽ നടന്ന ചർച്ച വളരെ ആരോഗ്യപ്രദമായ ചർച്ചയായിരുന്നു എന്നും എനിക്ക് കുറേ കൂടിയൊക്കെ ഒരു ധാരണ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിയെ സംബന്ധിച്ച് ഉണ്ടാക്കാൻ സഹായകരമായൊരു ചർച്ചയുമാണ് നടന്നത്. അതിൽ ഒപ്പോസിഷനും അതേപോലെ തന്നെ ഭരണമുന്നണിയും ഒരേപോലെ പങ്കും വഹിച്ചിട്ടുണ്ട്. നല്ലൊരു ചർച്ച നടന്നു എന്ന അഭിപ്രായം പ്രാഥമികമായി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. നമ്മുടെ ചോദ്യം കെടുകാര്യസ്ഥതയോ എന്നാണ്. നോക്കൂ, കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്നതിനോടൊപ്പം തന്നെ ഈ ചോദ്യം കെടുകാര്യസ്ഥതയോ ആണ് ുള്ളത്. കെടുകാര്യസ്ഥതയുണ്ട്. എങ്ങനെയാണെന്നുള്ളത് ഞാൻ 1-2 കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പറയാം. ഒന്ന്, 2016 പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അന്ന് ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് ആദ്യം ചെയ്ത ഒരു ധവളപത്രം പുറപ്പെടുവിക്കലാണ്.
ആ ധവളപത്രത്തിൽ അദ്ദേഹം 2011 മുതൽ 2016 വരെ കേരളം ഭരിച്ചിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കെടുകാര്യസ്ഥയാണ് ഉയർത്തിപ്പിടിച്ചത്. അന്ന് അദ്ദേഹം പറയുന്നൊരു കണക്കുണ്ട്. 78,000 കോടി രൂപയുടെ കടമാണ് 1.5 ലക്ഷത്തിലേക്ക് 5 വർഷം കൊണ്ട് ഉമ്മൻചാണ്ടി എത്തിച്ചത് എന്ന് പറയുന്നു. അതായത് 2011 VS അച്യുതാനന്ദൻ സർക്കാർ പുറത്തേക്ക് പോകുമ്പോൾ കേരളത്തിൻ്റെ കടമെന്ന് പറയുന്നത് 78,000 കോടിയായിരുന്നു. അത് 2016 1.5 ലക്ഷത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. 72,000 കോടി രൂപയുടെ വർധന. ഒരു വരി കൂടി തോമസ് ഐസക് പറയുന്നുണ്ട്, യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ എവിടെയെങ്കിലും പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ പറയുന്ന ഫിനാൻഷ്യൽ മിസ്മാനേജ്മെൻറ്റിൽ മാത്രമാണ് എന്ന് പറയുന്നു. അങ്ങനെ 1.5 ലക്ഷം കോടി രൂപയുടെ കടത്തിൽ നിന്ന് ഒന്നാം പിണറായി സർക്കാർ ആരംഭിക്കുന്നു. 2023 വരുമ്പോൾ 7 വർഷം കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ കടമെന്ന് പറയുന്നത് 4 ലക്ഷം കോടി രൂപയാണ്. ബജറ്റിലെ കണക്കാണ് ഈ പറയുന്നത്. അതായത് 2016 1.5 ലക്ഷം കോടിയിൽ നിന്ന് 2023 വരുമ്പോൾ 2.5 ലക്ഷം കോടിയുടെ വർധനയാണ് കേരളത്തിൻ്റെ കടം എന്ന് പറയുന്നത്. ഒരു സംസ്ഥാനത്തിൻ്റെ കടം വർദ്ധിക്കും, ഒരു സംശയവും വേണ്ട. പക്ഷേ നമ്മുടെ ആഭ്യന്തര വരുമാനവുമായി ബന്ധപ്പെട്ട് അതിനാനുപാതികമായി കടം വർദ്ധിക്കുമ്പോഴാണ് അത് ആരോഗ്യകരമായ ഒരു സമ്പദ് വ്യവസ്ഥയായി നമ്മൾ പറയുന്നത്. എന്നാൽ എല്ലാ ഫിനാൻഷ്യൽ റിപ്പോർട്ടിലും ഇൻക്ലൂഡിങ് RBIയുടെ റിപ്പോർട്ടിൽ ഏറ്റവും അവസാനത്തെ 2022-23 RBIയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഡെപ്റ്റ് സ്ട്രെസ് സ്റ്റേറ്റ് എന്നാണ്. ഏറ്റവും ഡെപ്റ്റ് സ്ട്രെസ് സ്റ്റേറ്റ് ആയിട്ടുള്ളൊരു സംസ്ഥാനമായിട്ട്, അതായത് കടം കൊണ്ട് വീർപ്പുമുട്ടുന്നൊരു സംസ്ഥാനമായിട്ട് കേരളം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് RBIയുടെ കണ്ടെത്തൽ. ഇന്ന് നമ്മളിരിക്കുമ്പോൾ കേരളം ഒരു ദിവസം നമ്മുടെ കടത്തിന് നൽകുന്ന പലിശ എന്ന് പറയുന്നത് ഒരു ദിവസത്തെ കണക്കാണ് ഞാൻ പറയുന്നത് 71.9 കോടി രൂപയാണ് പെർ ഡേ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഫിനാൻഷ്യൽ മിസ്മാനേജ്മെൻ്റ് ആണ്. ഇതിനൊരു കാരണമുണ്ട്. ആ കാരണം കൂടി ഞാൻ പറയാം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. 2020-21 11ാം ശമ്പള കമ്മീഷൻ ഒരു ശുപാർശ നടത്തുന്നു. ശുപാർശ നടപ്പാക്കുന്നത് 2020-21 എന്തായിരുന്നു? ശമ്പള വർധനയും അതുപോലെ തന്നെ പെൻഷനും വർദ്ധിപ്പിച്ചു 2020-21. നമ്മൾ അവസാനം പെൻഷൻ ശമ്പളം വർദ്ധിപ്പിച്ചത് 2016 10ാം ശമ്പള കമ്മീഷൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ 2020-21 കേരളം ശമ്പളം പെൻഷനായി നൽകിക്കൊണ്ടിരിക്കുന്നത് 46,670 കോടി രൂപയാണ്. 46,670 കോടി രൂപ ഒരു വർഷം. 2020-21 ശമ്പള കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം നമ്മൾ ശമ്പളം വർദ്ധിപ്പിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഒരു വർഷം 71,392 കോടി രൂപയാണ്. അതായത് വർധന, നമ്മുടെ എക്സ്ചക്കറിലുണ്ടാകുന്ന വർധന, എക്സ്പെൻഡിച്ചറിലുണ്ടാകുന്ന വർധന എന്ന് പറയുന്നത് 24,722 കോടിയാണ് ഒരു വർഷം. ഞാൻ പറയുന്നത് 2018 കേരളത്തിൽ പ്രളയമുണ്ടായി, 2019 കേരളത്തിൽ പ്രളയം ആവർത്തിച്ചു, 2020 കോവിഡ് വന്നു. ഇനഫ് റീസൺ, വാലിഡ് റീസൺ ഇത് നടപ്പാക്കാതിരിക്കാമായിരുന്നു എന്ന് മാത്രവുമല്ല, 10ാം ശമ്പള കമ്മീഷൻ്റെ ഒരു ശുപാർശയുണ്ട് കേരളത്തിൽ. 10 വർഷത്തിന് ശേഷമേ ഇനി ശമ്പള പരിഷ്കരണം നടത്താൻ പാടുള്ളൂ എന്ന്. നമ്മൾ 5 വർഷം കഴിഞ്ഞപ്പോൾ ശമ്പള പരിഷ്കരണം നടത്തി. നമ്മുടെ തൊട്ടയൽപക്കത്തുള്ള സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട് 2017 ശമ്പള കമ്മീഷൻ്റെ ശുപാർശ നടപ്പാക്കിയത്. ഇതുവരെ അടുത്ത ശുപാർശ നടപ്പാക്കിയിട്ടില്ല. 7 വർഷം കഴിഞ്ഞിരിക്കുന്നു. കേന്ദ്രം 10 വർഷത്തിലൊരിക്കലാണ് ശമ്പള വർധന നടപ്പാക്കുക. ഞാനിതിൻ്റെ അപകടം പറയുന്നത്, നമ്മൾ വളരെ പെട്ടെന്ന് പറയും ഈ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണ്ടേ എന്ന് പറയും, ശമ്പളം വർദ്ധിപ്പിക്കണ്ടേ എന്ന് പറയും. നമുക്ക് 3 വർഷം കൊണ്ടുണ്ടായിരിക്കുന്ന അധിക ബാധ്യത എത്രയാണെന്നറിയാമോ? 64,734 കോടി രൂപ. വിതിൻ 3 ഇയേഴ്സ് 64,734 കോടി രൂപ. ഇതിൻ്റെ ഗുണഭോക്താക്കൾ ആരാണ് നികേഷ് സാറേ? 3% വരുന്ന സംസ്ഥാന സർക്കാർ ജീവനക്കാരാണ്. നമുക്ക് 100 രൂപയുടെ ഒരു കണക്കെടുക്കാം. കേരളത്തിന് 100 രൂപയുടെ കണക്ക് എങ്ങനെയാണെന്നറിയോ? 56 രൂപ തനത് വരുമാനമാണ്, 21 രൂപ കേന്ദ്രവിഹിതമാണ്, 23 രൂപ കടമാണ്, കടത്തിലൂടെ എടുക്കുന്നു. അപ്പോൾ 56, 21, 23 അങ്ങനെ 100 രൂപ ഉണ്ടാകുമ്പോൾ നമ്മൾ 70 രൂപ സ്പെൻഡ് ചെയ്യുന്നത് ഈ ശമ്പളം നൽകാൻ വേണ്ടിയിട്ടാണ്, പെൻഷൻ നൽകാൻ വേണ്ടിയിട്ടാണ്. ബാക്കി 30 രൂപയാണ് നമ്മൾ മറ്റെല്ലാ സ്കീമിനും കൂടി കൊടുക്കുന്നത്. അതായത് 3% ഈ പറയുന്ന 70 രൂപ കൊണ്ടുപോകുന്നു. ബാക്കി 100%, ഈ 3%നും കൂടി ഗുണം കിട്ടുന്നുണ്ടല്ലോ കേരളത്തിൽ മറ്റു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ. അതിനുവേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യാൻ വെച്ചിരിക്കുന്നത് ഈ 30 രൂപയാണ്. ഈ 30 രൂപ ഒരിക്കലും ഇതിന് തികയില്ലെന്ന് മാത്രമല്ല, പ്രത്യേകിച്ച് ഒരുപാട് സോഷ്യൽ വെൽഫെയർ സ്കീമൊക്കെ പ്രഖ്യാപിക്കുന്ന സർക്കാരുകൾക്ക് എക്സസ് കമ്മിറ്റ്മെൻ്റ് എന്നാണ് അതിന് പറയുക. എക്സസ് കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകുന്നു, സ്വാഭാവികമായും നമ്മൾ വലിയ കടമെടുപ്പിലേക്ക് പോകുന്നു. ഇതാണ് ഒരു കെടുകാര്യസ്ഥത എന്ന് പറയുന്നത്. ഇനി കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചു എന്നൊരു ആർഗ്യുമെൻ്റ് ഉണ്ടല്ലോ. ഈ കടമെടുപ്പ് പരിധി എന്ന് പറയുന്നത് ഓഫ് ബജറ്റ് ബോറോയിങ്ങുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. ഓഫ് ബജറ്റ് ബോറോയിങ്ങിൽ കഴിഞ്ഞ വർഷം 66,640 കോടി രൂപയാണ് രാജ്യത്തെ മൊത്തം കടം. 66,640 കോടി രൂപ. നമുക്ക് 66 എന്ന് വെക്കാം, 66,000 കോടി രൂപ. അതിൻ്റെ 53% ആരെടുത്തിരിക്കുന്നത് അറിയാമോ? തെലുങ്കാനയാണ് എടുത്തിരിക്കുന്നത്.
കേരളം എടുത്തിരിക്കുന്നത് 21%. ബാക്കി എല്ലാ 20%മാണ് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും കൂടി എടുത്തിരിക്കുന്നത്. ഈ 53% എടുത്ത തെലങ്കാനയുടെ വെട്ടിക്കുറച്ചെന്നേ. അതിൻ്റെ കൂട്ടത്തിലാണ് കേരളവും വെട്ടിക്കുറയ്ക്കപ്പെട്ടിരിക്കുന്നത്. തെലങ്കാന ഒരു പ്രതിസന്ധിയിലേക്ക് പോയിട്ടില്ല. ഞാൻ സമ്മതിക്കുന്നു, തെലങ്കാനയ്ക്ക് വിഭവശേഷി കൂടുതലാണ്, തമിഴ്നാടിന് വിഭവശേഷി കൂടുതലാണ്, ആന്ധ്രാപ്രദേശിന് വിഭവശേഷി കൂടുതലാണ്, ശരിയാണ്. പക്ഷെ അപ്പോഴും നമ്മൾ മാത്രമല്ല ഈ പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല 2014 നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണല്ലോ, ഈ പറയുന്ന സ്റ്റേറ്റ് പൂളിലേക്ക് വന്നത് എത്രയായിരുന്നു? 32-ൽ നിന്ന് ഒറ്റയടിക്ക് 42% വന്നത്. 32-ൽ 42%-ലേക്ക് 10% വർധന ഉണ്ടായിരുന്നേ 2014. 2019 അടുത്ത പുതിയ എൻകേസിങ്ങിൻ്റെ കമ്മീഷൻ വന്നു. 42%-ൽ നിന്ന് 41%-ആയിട്ട് കുറഞ്ഞു. അപ്പോൾ 1%-മേ കുറഞ്ഞിട്ടുള്ളൂ. നമ്മളുടെ ഈ ഡിവിസീവ് പൂളിലേക്ക് വരുന്ന പൈസയുടെ കാര്യം ഞാൻ പറയുന്നത്. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റിൽ ഏറ്റവും കൂടുതൽ പൈസ വന്നത് വെസ്റ്റ് ബംഗാളിനാണ്. 40,000 കോടി രൂപയാണ് കൊടുത്തത് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് എന്ന് പറയുന്നത്. നമുക്കാണ് 2ാം സ്ഥാനത്ത് കിട്ടിയിരിക്കുന്നത് 37,000 കോടി രൂപ. ഒഡീഷ എന്ന് പറഞ്ഞ സംസ്ഥാനത്തിനുണ്ടല്ലോ 0 റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് എന്ന് പറയുന്നത്. 17 സംസ്ഥാനങ്ങൾക്കേ കൊടുത്തിട്ടുള്ളൂ. ഞാൻ പറയുന്നത് ഈ കാര്യത്തിനകത്തൊരു കെടുകാര്യസ്ഥതയുടെ പ്രശ്നമുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇന്ന് സതീശൻ ചൂണ്ടിക്കാണിച്ചതാണെന്നേ. ആ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാനത് അവസാനിപ്പിക്കാം. അതായത് സതീശൻ എന്ന് പറയുന്നു, അത് പ്രധാനമായും പറയുന്നത് ഈ തനത് വരുമാനം ത്തിൻ്റെ വർധന വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഗോൾഡിൻ്റെ കാര്യം പറയുന്നു. ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യുന്ന സ്വർണത്തിൻ്റെ 28% വിൽക്കപ്പെടുന്നത് കേരളത്തിലാണ്. അപ്പോൾ കേരളത്തിൻ്റെ സ്ഥിതി എന്താ? 2017 വാറ്റ് ഉണ്ടായിരുന്ന സമയത്ത് 629 കോടി രൂപയാണ് നമുക്ക് ടാക്സ് കിട്ടുന്നത്. 629 കോടി രൂപ. അന്ന് എത്ര രൂപയാണ് ഒരു ഗ്രാമിന്? 2250 രൂപ. ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്ര രൂപയാണ് ഗ്രാമിന്? 5500 രൂപ. അതായത് നേരെ ഇരട്ടിയായിരിക്കുന്നു. 2250-ൽ നിന്ന് 5500-ലേക്ക് വിട്ടിരിക്കുന്നു. അപ്പോൾ എത്രയാണ്? നമുക്ക് സ്വാഭാവികമായിട്ടും ടാക്സ് ഇരട്ടിയാകണം. ഇനി ടാക്സ് ഇരട്ടിയായില്ല എന്ന് മാത്രമല്ല, 629 കോടിയിൽ നിന്ന് 560 കോടിയിലേക്ക് ഇത് കുറഞ്ഞു. ബാലഗോപാലിന് മറുപടി ഉണ്ടായിരുന്നില്ല. ബാറിൽ മാത്രമാണ് ബാലഗോപാൽ മറുപടി പറഞ്ഞത്. ഗോൾഡിൻ്റെ കാര്യത്തിനകത്ത് എന്തോ ടാക്സിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഈ മറുപടി ഉണ്ടായിരുന്നില്ല എന്ന് മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ടൊരു കണക്ക് സതീശൻ പറയുന്നുണ്ട്. ഈ ഇമ്പോർട്ട് ഗോൾഡുമായി ബന്ധപ്പെട്ട് 5000 മുതൽ 10,000 കോടി രൂപ വരെ സർക്കാരിന് കിട്ടാമായിരുന്നു. അത് പിരിച്ചെടുക്കുന്നതിൽ സർക്കാരിന് വീഴ്ച വരുന്നു എന്ന് പറയുന്നുണ്ട്. ഞാൻ ഒരു കണക്ക് കൂടി പറഞ്ഞേക്കാം. കേരളത്തിൽ 7000 രജിസ്ട്രേഡ് ജ്വല്ലറി ഷോപ്സ് ഉണ്ട്. 7000 രജിസ്ട്രേഡ് ജ്വല്ലറി ഷോപ്സ്. 2023 മെയ് 28-നൊരു റെയ്ഡ് നടന്നു. ആ റെയ്ഡിൽ തൃശ്ശൂർ, മലപ്പുറം, പാലക്കാട്, കോഴിക്കോട് 4 ജില്ലകളിലെ 33 ജ്വല്ലറികൾ പരിശോധിച്ചു. ഇൻ്റലിജൻസ് പരിശോധിച്ചു. 1000 കോടിയുടെ ടാക്സ് വെട്ടിപ്പ് കണ്ടെത്തി. അതായത് 7000 ജ്വല്ലറി ഔട്ട്ലെറ്റുകളുള്ള സംസ്ഥാനത്തെ 33 ജ്വല്ലറി ഷോപ്പുകളിൽ നടത്തിയ ഒരൊറ്റ റെയ്ഡിൽ നിന്ന് 1000 കോടി രൂപയുടെ ടാക്സ് വെട്ടിപ്പാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പം എത്ര വലിയ പൈസയാണ് നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത് നോക്കൂ. അവിടെയാണ് അതിനൊരു മറുപടി ഉണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല, ബാലഗോപാൽ പറഞ്ഞ എന്താണ്, അവിടെ നമുക്ക് ആധുനിക ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് പുതിയ പുതിയ തട്ടിപ്പുകൾ ഉണ്ടാകുന്നു എന്നാണ്. അപ്പോഴും നമുക്ക് നഷ്ടപ്പെടുന്നത് 10,000 കോടി രൂപയോളമാണ്. ഒരു കാര്യം കൂടി, IGSTയുടെ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. IGST എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സെൻട്രൽ ടാക്സും സ്റ്റേറ്റ് ടാക്സും ഉണ്ടല്ലോ. ഇതുകൂടാതെ ഇൻ്റർ സ്റ്റേറ്റ് ടാക്സ് ഉണ്ട്. അതായത് കേരളത്തിൽ നിന്നൊരു സാധനം നമ്മൾ കർണാടകത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ കർണാടകത്തിൽ നിന്ന് അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിലേക്ക് പോകുന്നു. ഈ കിട്ടേണ്ട ടാക്സ് ഉണ്ട്. ഈ ഇൻ്റർ സ്റ്റേറ്റ് ടാക്സ് ഉണ്ട്. അത് സെൻട്രിൽ നിന്ന് സ്റ്റേറ്റിലേക്ക് വരുന്ന കേന്ദ്രത്തിൻ്റെ വീതം മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നൊരു പൂളുണ്ട്. ആ പൂളിൽ നിന്നൊരു പൈസ നമുക്ക് കിട്ടണം. ആ പൈസ കിട്ടണമെങ്കിൽ നമ്മൾ അതിന് പ്രത്യേകം ഒരു ഫോം ഫില്ലപ്പ് ചെയ്ത് കൊടുക്കണം. ആ രീതിയിലൊരു ഒരു വർക്ക് അവിടെ നടക്കണം. അത് നടക്കാത്തതിൻ്റെ പേരിൽ എക്സ്പെൻഡിച്ചർ കമ്മിറ്റിയുടെ റിപ്പോർട്ടും ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിപ്പോർട്ടും കൂടി എടുത്തു വെച്ചുകൊണ്ട് VD സതീശൻ പറയുന്നു നഷ്ടം വന്നിരിക്കുന്നത് 25,000 മുതൽ 30,000 കോടി വരെയാണ്. ധനമന്ത്രി മറുപടി പറഞ്ഞില്ല. IGSTയുടെ കാര്യത്തിനകത്തും കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. ആ അർത്ഥത്തിൽ ഞാനിത് അവസാനിപ്പിക്കാൻ ആദ്യ ഘട്ടത്തിൽ എൻ്റെ കമൻറ്റ് നോക്കൂ. ഈ സംസ്ഥാനത്ത് കെടുകാര്യസ്ഥതയുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ കെടുകാര്യസ്ഥതയുടെ കാരണം മൂലമാണ് അത് ഈ നമ്മൾ ഈ പറയുന്ന 25 ലക്ഷം രൂപയുടെ ക്ലിഫ് ഹൗസോ 5 ലക്ഷം രൂപയുടെ ടാങ്കോ 10 ലക്ഷം രൂപയുടെ ലിഫ്റ്റ് ഒന്നുമല്ല, അല്ലെങ്കിൽ 32,000 രൂപയുടെ കണ്ണാടി ഒന്നുമല്ല നമ്മുടെ പ്രശ്നം. അതൊക്കെ കൂടി ചേർത്താൽ എല്ലാം കൂടി ഒരു 50 കോടി 60 കോടി രൂപയെ വരുള്ളൂ. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട തനത് നികുതി വരുമാനം നമ്മൾ വർദ്ധിപ്പിച്ചു എന്ന് പറയുമ്പോൾ പോലും ടാക്സ് ഇവേഷൻ നടക്കുന്നു. നമുക്ക് വേണ്ട IGST കൃത്യമായി കിട്ടുന്നില്ല. അതിന് കൂടെ നമ്മൾ ഈ പറയുന്ന 3% സർക്കാർ ജീവനക്കാരെ 21-ലെ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ടോ ഇത് ചെയ്തത്. 2021-ലെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പാണ് ഈ ശമ്പള പരിഷ്കരണം നടത്തിയത്. അതൊരു ഇലക്ഷൻ സ്ട്രാറ്റജി പോലുമായിരുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ കെടുകാര്യസ്ഥതയുണ്ട്. ആ കെടുകാര്യസ്ഥത നമ്മളെ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് എത്തിച്ചിട്ടുമുണ്ട്. അതിൻ്റെ അർത്ഥം കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോട് അവഗണന കാണിക്കുന്നില്ല എന്നല്ല, അതിനോടൊപ്പം തന്നെ സംസ്ഥാനം എടുക്കേണ്ട ഒരു ഒരു ഫിനാൻസ് മാനേജ്മെൻ്റ് ഉണ്ട്. ഫാർസൈറ്റഡ് ആയിട്ടുള്ള ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടുള്ള ഒരു സാമ്പത്തിക നയം നമ്മൾ രൂപീകരിക്കേണ്ടതുണ്ട്. അവിടെ നമുക്ക് വീഴ്ചകൾ പറ്റുന്നുണ്ട്. ഇതിൽ നമുക്ക് 2ാം ഘട്ടത്തിൽ ബ്രേക്കിന് ശേഷം നമുക്ക് ചർച്ചയിലേക്ക് എത്താം. കാരണം
ഉണ്ണി ബാലകൃഷ്ണൻ ഉന്നയിച്ച ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, സർക്കാർ ജീവനക്കാർ 3% അതിൻ്റെ ബെനിഫിഷ്യറി ആകുമ്പോൾ ഈ ശമ്പള പരിഷ്കരണം 70% സർക്കാരിൻ്റെ ചെലവിൻ്റെ ഒരു വലിയ ഭാഗമാണ് എന്നാണ്. മാത്രമല്ല 5% ഉണ്ടായിരുന്ന വാറ്റ് പിന്നീട് 3% മാറുന്നത് ഗോൾഡിന്റെ കാര്യത്തിൽ. അതിലുള്ള കുറവും ഈ കണക്കിൽ വന്നിട്ടില്ല. നമുക്ക് ആ വിഷയങ്ങൾ 5% എന്നുള്ളത് 3% ആക്കുന്നത് കേന്ദ്ര സർക്കാർ. കേന്ദ്ര സർക്കാർ ആക്കുന്നത് കൊണ്ടാണല്ലോ ഇത് കുറയുന്നത്. അത് ഈ പ്രതിപക്ഷ നേതാവിൻ്റെയോ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞ കണക്കിലോ ഇല്ല. നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ ഉന്നയിച്ചത്. ഒന്ന്, ഈ ശമ്പള പരിഷ്കരണം. നമുക്ക് വേണമെങ്കിൽ അന്നത്തെ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന് വളരെ നിഷ്പ്രയാസം ഒഴിവാക്കാൻ കഴിയുമായിരുന്ന ഒരു സാമ്പത്തിക പരിഷ്കരണ നടപടിയാണ് സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കോവിഡൊക്കെ എടുത്തു കാണിക്കാം, കോവിഡ് കാണിക്കാം, പ്രളയം കാണിക്കാം, ഏത് നിലയിലും അത് കാണിക്കാമെന്നുള്ളതാണ്. പക്ഷേ അവിടെ 5 വർഷം കൂടുമ്പോൾ ശമ്പള പരിഷ്കരണം എന്ന നമ്മുടെ കേരളത്തിലൊരു പതിവുണ്ട്. നമ്മളെപ്പോഴും നമ്മളൊരു ദേശീയ നിലവാരത്തിലല്ല ആ കാര്യങ്ങൾ കാണുന്നത്. കേരളത്തിലൊരു പതിവ് എന്ന് പറയുന്നത് 5 വർഷം കൂടുമ്പോഴുള്ള ശമ്പള പരിഷ്കരണമാണ്. ആ ശമ്പള പരിഷ്കരണം അന്ന് നടപ്പാക്കിയത് കൊണ്ട് ശരിയായ വിധത്തിൽ ഉണ്ണി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഏതാണ്ട് 34,000 കോടി രൂപയുടെ അധിക ബാധ്യത ഒരു വർഷം. 24,000 ഓക്കെ, 30,000-ഓളം വരുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു എന്തായാലും ആ കണക്കിലേക്ക് പോക്കാം. പക്ഷേ നോക്കൂ, നമ്മൾ മാർക്കറ്റിലേക്ക് ഇപ്പോൾ ഒരാൾക്ക് ശമ്പളം കൊടുക്കുന്നത് ഒരു സാമ്പത്തിക ബാധ്യതയായും നമ്മൾ കാണരുത്. അതിനപ്പുറത്തേക്ക് അതൊരു ഇക്കണോമിക് ആക്ടിവിറ്റിയാണ്. ഇപ്പോൾ എനിക്ക് ഒരു രൂപ എൻ്റെ പോക്കറ്റിൽ വന്നാൽ അതിൻ്റെ 4 ഇരട്ടിയാണ് ഒരു എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അത് അതെ, അത് അതിന് മുന്നോട്ട് കൊണ്ടുപോവുകയുള്ളൂ, നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോവുകയുള്ളൂ. ഒരു കാര്യം പറഞ്ഞോട്ടെ, ആ സമയത്ത് ഈ 2018, 2019, 2020 കാലങ്ങളിൽ നമ്മുടെ ഗ്രോത്തിന്റെ റേറ്റ് എന്ന് പറയുന്നത് മൈനസാണ്. മൈനസ് ഗ്രോത്ത് റേറ്റിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ഇത്രയും വലിയൊരു 25,000 അടുപ്പിച്ച് കോടി രൂപയുടെ. കറക്റ്റാണ്, ഞാൻ അതിനോട് ആ വാദത്തോട് ഞാൻ യോജിക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് കോവിഡുമായി ബന്ധപ്പെട്ട് പല സംസ്ഥാനങ്ങളിലും ശമ്പളം വെട്ടിക്കുറച്ചിട്ടുള്ള നടപടി ഉണ്ടായിട്ടുണ്ട്. ആ വെട്ടിക്കുറച്ചതുപോലും പുനഃസ്ഥാപിച്ചിട്ടില്ല പല സംസ്ഥാനങ്ങളും. ആ ഘട്ടത്തിലാണ് കേരളം എന്ത് ചെയ്യുന്നത്? ശമ്പള പരിഷ്കരണം നടപ്പാക്കുന്നത്. അത് കെടുകാര്യസ്ഥതയല്ല, അതിനെ കെടുകാര്യസ്ഥത എന്ന് നമുക്ക് പറയാനാവില്ല. പിന്നെ ഒരു വളരെ ചെറിയ ശതമാനം മാത്രമേ സംസ്ഥാന സർക്കാർ ജീവനക്കാരുള്ളൂ എന്ന് കണ്ട് നമുക്ക് ആ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ഏതെങ്കിലും തരത്തിൽ തടഞ്ഞു വെക്കാനോ അവരുടെ ശമ്പള പരിഷ്കരണം നിർത്തിവെക്കാനോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. അവരെ സംരക്ഷിക്കുക എന്നുള്ളത്, സ്റ്റേറ്റ് തന്നെ അതിൻ്റെ മെഷീനറിയെ കൃത്യമായി നടത്തുക എന്നുള്ളത് ഒരു സാമ്പത്തികമായി ഒരു സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് സംവിധാനങ്ങളോട് കാണിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജസ്റ്റാണ്. ഞങ്ങളുടെ സംവിധാനത്തെ ഞങ്ങൾ ചലനാത്മകമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് കാണിക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തം. നികേഷ് ആ പറയുന്ന വളരെ ബ്രോഡ് മൈൻഡഡ് ആയ ഒരു അപ്രോച്ചിനെ ഞാൻ അംഗീകരിക്കുമ്പോഴും ഞാനൊരു ബ്രോഡ് മൈൻഡഡ് ആയതുകൊണ്ടല്ല, സംസ്ഥാന സർക്കാർ ആ ഘട്ടത്തിൽ ബ്രോഡ് മൈൻഡഡ് ആണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മുൻകാലങ്ങളിൽ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് മുൻകാലങ്ങളിൽ എ കെ ആന്റണി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഇതേ സംസ്ഥാന സർക്കാർ ജീവനക്കാരോട് ഒരു ഏറ്റുമുട്ടലിൻ്റെ സമീപനം എടുത്തു. അന്ന് എന്താ സംഭവിച്ചിട്ടുള്ളത്? എ കെ ആന്റണിക്ക് പിന്മടക്കം വേണ്ടി വന്നു. എ കെ ആന്റണിക്ക് ആ പറയുന്ന യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാനായില്ല. എന്താണോ സംസ്ഥാന സർക്കാർ ആഗ്രഹിച്ചത് ആ നിലയിലേക്ക് എ കെ ആന്റണിക്ക് പിന്തിരിയേണ്ടി വന്നു എന്നുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ എപ്പോഴും സർക്കാർ അതിൻ്റെ സ്വന്തം പടയാളികളോട് ഏറ്റുമുട്ടുന്ന ഒരു സമീപനം വിജയിച്ചിട്ടില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഒറ്റ കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് ഇതിനകത്ത് പറയുന്നുണ്ടല്ലോ, നമ്മൾ ഈ പറയുന്ന ഒരു ബ്രോഡ് മൈൻഡായ ഒരു അപ്രോച്ച് നമ്മൾ എടുക്കുന്നു. നമ്മൾ അങ്ങനെ എടുക്കുമ്പോഴും നമുക്ക് മൈനസ് ഗ്രോത്ത് ആയിരുന്നു. പ്ലസ് ഞാനൊരു കാര്യം പറയാം, അതായത് ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഈ പ്രതിപക്ഷ പാർട്ടികളുടെ സമരം എന്ന് പറയുന്നത്. പ്രതിപക്ഷ പാർട്ടികളുടെ സമരം ഈ DA കുടിശ്ശികയായിട്ട് ബന്ധപ്പെട്ട് 18,000 കോടി രൂപയാണ് DA കുടിശ്ശികയുള്ളത്. 6 DA ആണ് നമുക്ക് കുടിശ്ശികയായിട്ട് നിൽക്കുന്നത്. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ 3% ആളുകൾക്ക് നമ്മൾ ഈ പൈസ കൊടുക്കുമ്പോൾ ഈ കെടുകാര്യസ്ഥത എന്ന് പറയുന്നത് എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ കടമെടുക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഈ ദൈനംദിന ചിലവുകൾക്ക് വേണ്ടിയിട്ടാണ് കടമെടുക്കുന്നത്. ശരിക്കും മൂലധന ചിലവിന് വേണ്ടിയിട്ടാണ്. റവന്യൂ ചെലവ് വരുമ്പോൾ നോക്കോ, നിങ്ങൾ ഈ ദൈനംദിന ചെലവുകളിൽ നിന്നാണ് ശമ്പളം അടക്കമുള്ള വലിയ തെറ്റിദ്ധാരണയായിരുന്നു. അന്നേരം തോമസ് ഐസക് തന്നെ അത് പറഞ്ഞിരുന്നു. മൂലധന എങ്ങനെയാണ് കടം വരുന്നത്? നിങ്ങളുടെ റവന്യൂ ചെലവിന്റെ എത്ര ശതമാനമാണെന്നാണ് പറഞ്ഞത്? പെൻഷനും ശമ്പളവും 70% താഴെയാണ്. 34ഉം 26ഉമാണ് കണക്ക്. അതായത് റവന്യൂ വരവിന്റെ
റവന്യൂ വരവിൻ്റെ എത്ര ശതമാനമാണെന്ന് നോക്കൂ. റവന്യൂ നമുക്ക് കിട്ടുന്ന നികുതി പിരിച്ച് കിട്ടുന്ന നികുതിയേതര വരുമാനങ്ങളിൽ നിന്ന് കിട്ടുന്നതിൻ്റെയും 70% താഴെയാണ് അല്ലല്ല തനത് വരുമാനം 56 രൂപ, അതിൽ 51 രൂപ പോകുന്നത് ഈ പറയുന്ന ശമ്പളത്തിന് വേണ്ടിയിട്ടാണ്. അല്ലല്ല, കടമെടുക്കുന്നു എന്ന് പറയുന്നത് ഈ 51 രൂപ കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ള എത്ര രൂപയാണ്? 21 രൂപയുള്ളൂ കടമെടുപ്പ്. 21 രൂപയാണ് കേന്ദ്ര വിഹിതം. 23 രൂപയാണ് ശമ്പള പരിഷ്കരണം എന്ന് പറയുന്നത്. എപ്പോഴാണ് സാധ്യമാവുന്നത്? 5 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ DAയുടെ വർധനവ് 100% മുകളിൽ പോകുന്ന ഘട്ടത്തിലാണ്. കാരണം സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം വരുന്നത് നോക്കൂ, 6%, 8, 10, 25, 30, അങ്ങനെ 70% DA നിൽക്കുമ്പോഴാണ് ഈ DA മെർജ് ചെയ്താണ് ശമ്പള പരിഷ്കരണം സാധ്യമാവുന്നത്. അവിടെ വന്നേക്കുന്ന വർധനവ് എത്രയാണ്? 24,000 കോടി രൂപ മാത്രമാണ് അവിടെ വർധനവ് വന്നത്. 24,000 കോടിയാണ്. അങ്ങനെ വരുമ്പോൾ 3 വർഷമാകുമ്പോൾ അതെങ്ങനെ ആവുക? 24,000 കോടി രൂപയുടെ വർധനവ് ശമ്പള പരിഷ്കരണത്തിൽ കുടിശ്ശികയടക്കം കൊടുക്കാനാണ് 24,000 കോടി. അത് ആ വർഷത്തെ മാത്രമല്ല, ആ വർഷത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടിശ്ശികയടക്കമാണ് അത് കൊടുക്കുന്നത്, ഇത്ര വർഷത്തെ. അതല്ല പിന്നീട് തൊട്ടടുത്ത വർഷം വരുന്നത്. പിന്നീട് ഗ്രാജുവലായി നിങ്ങൾ കൂട്ടുന്ന DA ഉണ്ടല്ലോ, ഈ കൊടുക്കാത്ത DA അടക്കം ഇനി കൊടുത്തു തീർക്കുമ്പോൾ ഇതേ തുക വരും. നോക്കൂ, ഇപ്പൊ എത്രയാ? 18,000 കോടിയാണ് DA. 6 DA കൊടുക്കും. 6 DAക്ക് 18,000. ശമ്പള പരിഷ്കരണത്തിൽ എത്രയാണ് ഉണ്ടാക്കിയത്? 24,000. വലിയ വർധനവാ. അല്ല, എനിക്ക് ആ കണക്ക് മനസ്സിലായിട്ടില്ല. ഞാനത് ചോദിക്കട്ടെ സാറേ, എന്നിട്ട് അതിന് മറുപടി പറഞ്ഞു. അതായത് 46,670 കോടി രൂപയാണ് 2020-21 അതിൽ മാത്രം നിൽക്കല്ലേ? ഇല്ലില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവുന്ന വിഷയം. എന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞിട്ടില്ല. അല്ലല്ല, ഞാൻ അതിനകത്ത് വ്യക്തമാക്കി, ഞാൻ പറഞ്ഞത് ഒന്ന് വ്യക്തമാക്കിക്കൊള്ളട്ടെ. 6 DA എന്ന് പറയുന്നത് തന്നെ വരുന്നത് എത്രയാണ്? 6 DA എന്ന് പറയുന്നത് തന്നെ ഏകദേശം 18,000 കോടി രൂപ വരുന്നുണ്ട്, ഇല്ലേ? അപ്പോൾ ശമ്പള പരിഷ്കരണം മൊത്തം ബാധ്യത വന്നിരിക്കുന്നത് എത്രയാണ്? 24,000 എന്ന് പറഞ്ഞാൽ ഈ DAയുടെ വർധനവ് തന്നെ വലിയ കണക്കാണ്. അതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അത് വലിയ കണക്കല്ലെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. ശരി, ക്ലിയർ എന്ന് പറഞ്ഞാൽ എനിക്കൊരു കാര്യത്തിൽ ഞാൻ പറയുന്നത് നോക്ക്, രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ണി പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു ഹെഡാണ്. ഏതാണ്? ഈ സ്വർണ്ണ കച്ചവടക്കാരുടെ കയ്യിൽ നിന്ന് വേണ്ടത്ര നികുതി പിരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. നോക്കൂ ഉണ്ണി, ഞാൻ ജേർണലിസം തുടങ്ങിയ അന്നു മുതൽ ഈ ഹെഡിൽ ഈ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് സ്വർണത്തിൻ്റെ കടയിൽ പോയി നമ്മൾ ഒരു റെയ്ഡ് നടത്തിയാൽ, ഇപ്പം അവിടെയും ഞാൻ ഈ നേരത്തെ ഈ ഒരു എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയാം, ഞാൻ പോയി 50,000 രൂപയ്ക്കൊരു പവൻ വാങ്ങുമ്പോൾ ഒരു മലയാളിയുടെ സ്വഭാവം എന്നുള്ള നിലയിൽ ലോകത്ത് തന്നെ അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, നമുക്കത് ടാക്സ് ഇല്ലാതെ കിട്ടണം എന്നുള്ളതാണ്. ഈ പറയുന്ന ഞാനൊരു കല്യാണത്തിന് ഒരു 25 പവൻ സ്വർണ്ണം എടുക്കുന്നു എന്ന് വിചാരിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഇൻറ്റു 50,000 വെച്ച് നോക്കുമ്പോൾ എനിക്ക് സ്വർണ്ണക്കടയിൽ കൊടുക്കാൻ കഴിയുന്ന തുക എൻ്റെ പോക്കറ്റിൽ ഉണ്ടാകാത്ത സ്ഥിതിയുണ്ട്. അവിടെയാണ് സ്വർണ്ണക്കടത്തുകാരനും ഞാനും തമ്മിലുള്ള ഒരു ധാരണ ഉണ്ടാകുന്നത്, എനിക്ക് ബില്ല് വേണ്ട എന്നുള്ളൊരു ധാരണ ഉണ്ടാകുന്നത്. ഇതെങ്ങനെയാണ് പിടിക്കുക? ഇതെങ്ങനെയാണ് ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പിടിക്കാൻ കഴിയുക? അപ്പോഴാണ് തോമസ് ഐസക് ഒരു ഘട്ടത്തിൽ കോമ്പൗണ്ട് ചെയ്യാൻ നോക്കിയിട്ടുള്ളത്. കോമ്പൗണ്ട് ചെയ്ത് അതിനകത്തൊരു 3% എന്നുള്ള നിലയിൽ കോമ്പൗണ്ട് ചെയ്തെടുത്തു. ആ നിലയിൽ കുറച്ച് പൈസ ആ സമയത്ത് കിട്ടിയിട്ടുണ്ട്. പിന്നീട് 3%, 5% എന്നുള്ളത് 3% കുറച്ചപ്പോഴുണ്ടായിട്ടുള്ള കുറവിനെക്കുറിച്ചാണ് ഉണ്ണി ബാലകൃഷ്ണൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. 5% പകുതിയായി, അതായത് ഏതാണ്ട് പകുതിയായി 3% കുറച്ചു. അത് കേന്ദ്ര സർക്കാരാണ് കുറച്ചിട്ടുള്ളത്. ആ കുറവിലാണ് നമുക്ക് ഈ പറയുന്ന നികുതി നഷ്ടം ഉണ്ടായിട്ടുള്ളതാണ്. ഒന്ന്, ഈ സ്വർണ്ണ കച്ചവടക്കാർ ഒരു സമാന്തര സാമ്പത്തിക വ്യവസ്ഥ കുറേ കാലമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത്. 2, അവിടെ ഒരു മാനുഷികമായ പ്രശ്നമുണ്ട്. സ്വർണത്തിൻ്റെ വില മറ്റേത് ഉൽപ്പന്നത്തിനേക്കാളും വലിയ നിലയിൽ വില കൂടുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട കുടുംബവിശേഷത്തിൽ എനിക്ക് 25 പവൻ വാങ്ങിയേ പറ്റൂ. അപ്പോൾ ഞാനും ആ സ്വർണ്ണ കച്ചവടക്കാരനുമായിട്ട് അവിടെ ഒരു ധാരണയിലെത്തുകയാണ് ചെയ്യുന്നത്. അവിടെ സർക്കാരിന് ഇടപെടാൻ കഴിയാത്ത വിധത്തിൽ ഞാനും സ്വർണ്ണ കച്ചവടക്കാരനും ആ ധാരണയിലെത്തുന്നു. ഇപ്പോൾ ഒരു സ്വർണ്ണ കച്ചവടക്കാരൻ്റെ മുമ്പിലേക്ക് നമ്മളിപ്പോൾ എങ്ങനെയാണ് നികുതി പിരിവ് നടത്തുന്നത്? അവിടുത്തെ CCTV, ഇത് വളരെ സിമ്പിളാണ്. അതായത് ഒരു സ്വർണ്ണ കച്ചവടക്കാരൻ്റെ സ്വർണ്ണക്കടയിലെ CCTV പോലും പരിശോധിച്ചിട്ടാണ് അവിടുത്തെ നികുതി കോമ്പൗണ്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ KN ബാലഗോപാൽ പറഞ്ഞത്
ഈ പറയുന്ന അത്യാധുനിക വിദ്യ, അതായത് ഞാൻ ഇപ്പോൾ അരുൺ പോയി ഒരു സ്വർണ്ണക്കടയിൽ നിന്ന് സ്വർണം വാങ്ങുന്നു എന്ന് പറയുന്ന ആ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് കോമ്പൗണ്ട് ചെയ്ത് അവരിൽ നിന്ന് നികുതി ഈടാക്കുന്ന ആ പറയുന്ന പുതിയ സാങ്കേതിക വിദ്യ മറികടക്കാൻ വഴിയുണ്ടാക്കിയിരിക്കുന്നു. എന്താ ചെയ്തിരിക്കുന്നത്? ഈ സ്വർണ്ണക്കച്ചവടക്കാരൻ്റെ കടയിലേക്ക് ഞാൻ പോകേണ്ടതില്ല, എൻ്റെ വീട്ടിലേക്ക് സ്വർണ്ണക്കച്ചവടക്കാരൻ സ്വർണം എത്തിക്കുന്ന രീതിയാണ്. അപ്പം ഞാനും ഈ സ്വർണ്ണക്കച്ചവടക്കാരനും തമ്മിലുണ്ടാക്കിയിട്ടുള്ള ധാരണ, ആ ധാരണ മാനുഷിക മൂല്യം എന്താ പറയേണ്ട ഒരു എൻ്റെ കുടുംബത്തെ നിലനിർത്താൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു ഏർപ്പാടാണ്. അപ്പോൾ ഈ നിലയിൽ ആ മേഖലയിൽ ഉണ്ടാകുന്ന ഈ പറയുന്ന നികുതി വരുമാനത്തിലെ കുറവ് എന്ന് പറയുന്നത് പോലും യഥാർത്ഥത്തിൽ മാർക്കറ്റിൽ എൻ്റെ കയ്യിലേക്ക് പൈസ എത്തുക എന്നുള്ളൊരു പ്രക്രിയയിൽ മാത്രമാണ് അവിടെ നിൽക്കുന്നത്. മറ്റ് മേഖലകളിലുള്ള ഈ പറയുന്ന നികുതി വെട്ടിപ്പ് പോലെ അതിനെ കാണേണ്ടതില്ല എന്നുള്ള നിലയിൽ പിൽക്കാലത്ത് വന്നിട്ടുള്ള എല്ലാ UDF സർക്കാരുകളും എല്ലാ LDF സർക്കാരുകളും അതിനോടൊരു മൃദു സ്വഭാവം കാണിച്ചിട്ടുണ്ട്. അതാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്. ഇത് രണ്ടുമാണ് കെടുകാര്യസ്ഥത എങ്കിൽ, അതായത് സർക്കാർ ജീവനക്കാർക്ക് അവരർഹിക്കുന്ന ശമ്പള പരിഷ്കരണം നൽകുക, ഈ സ്വർണ്ണ കടകളിലുള്ള ഈ സോക്കോൾഡ് നികുതി വെട്ടിപ്പ്, ആ രണ്ട് കാര്യങ്ങളുമാണ് കെടുകാര്യസ്ഥത എന്ന് പറയുകയാണെങ്കിൽ അത് യഥാർത്ഥ ചിത്രം വായിക്കലല്ല. അതിനകത്തൊരു കാര്യമുള്ളത്, ഇപ്പൊ നമ്മൾ നോക്കൂ, ഈ പറയുന്ന ശമ്പള വർധന നടപ്പാക്കുമ്പോഴും നമ്മുടെ തനത് നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്നതിനകത്ത് നമ്മൾ വിജയിച്ചിട്ടുണ്ടെങ്കിലും ഈ പറയുന്ന ഇത്തരം വീഴ്ചകൾ പരിഹരിക്കുകയും കൂടി ചെയ്യേണ്ട ഒരു ആവശ്യകത എപ്പോഴാണ് വരുന്നത്? ഒന്ന്, നമ്മളുടെ ഈ ഫിനാൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാകുന്ന ഈ 3.8 എന്ന് പറയുന്നതിനകത്തുനിന്ന് 1.9 വന്നു എന്നാണല്ലോ പറയുന്നത്. ഈ 3.8 എന്ന് പറയുന്നത് ഏത് കാലഘട്ടത്തിലാണ് നികേഷേ? 2010-ലാണ്. 15ാം ധനകാര്യ കമ്മീഷൻ നമുക്ക് എത്ര, 14ാം ധനകാര്യ കമ്മീഷൻ നമുക്ക് എത്ര? അല്ല, 2.5. 2.5 നിന്നാണ് 15ലേക്ക് 10ാം ധനകാര്യ കമ്മീഷൻ 3.5, 12ാം ധനകാര്യ കമ്മീഷൻ 2.66, 13ാം ധനകാര്യ കമ്മീഷൻ 2.34, 14ാം ധനകാര്യ കമ്മീഷൻ 1.92, 15 1.93. ശരി, ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുന്ന ഏതുമായിട്ടാണ്? 3.8 3.8 നിന്ന് കുറഞ്ഞു. അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ വളരെ പെട്ടെന്ന് കണക്ക് പറയുന്നത് എങ്ങനെയാണെന്നറിയാം? 3.8 നിന്ന് 1.9 എന്ന് പറയുമ്പോൾ 50% കുറഞ്ഞു എന്ന് വരും. അങ്ങനെയല്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യത്തെ 2.5 നിന്നാണല്ലോ 1.9 വരുന്നത്. അപ്പം നമുക്ക് 21%, 22% കുറയുന്നുള്ളൂ. അതാണ് ഒരു അവിടെ പറഞ്ഞിരുത്തോട്ടെ. അവിടെ വരുമ്പോൾ ഈ പറയുന്ന 18,000 പ്ലസ് 21,000, ഇനി ബാലഗോപാൽ പറയുന്ന അടുത്ത വർഷം വരാൻ പോകുന്ന 24,000, ഇതിൽ 21 10 31 ഇട്ട് 39,000 കോടി രൂപ നമ്മൾ അങ്ങനെ കണക്ക് കൂട്ടുന്നു. പ്ലസ് 12,000 രൂപ GST കോമ്പൻസേഷൻ ഇല്ല. GST കോമ്പൻസേഷൻ ഇല്ല. അപ്പം ആ 39ഉം 49 അതായത് നമ്മള് അല്ല, ഞാൻ ക്ലാരിറ്റി പറഞ്ഞു. സംസ്ഥാനം പ്രൊജക്റ്റ് ചെയ്യുന്ന ഈ 50,000 crores എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന 3.8 നിന്ന് 1.9 ആകുമ്പോഴുള്ള 18,000 കുറവ്, 21 പ്ലസ് 12,000 കുറവ്. ഇത് നോഷണലാണ്. ആയിക്കോട്ടെ സാറേ, ഞാൻ പറയുന്നത് നോക്കൂ. ഞാൻ ഒരു കണക്ക് പറഞ്ഞോട്ടെ. അതിന് കൂടെ ചേർക്കാനുള്ളതാണ്. ഫിനാൻസ് കമ്മീഷൻ 1.93 കണക്കാണ്. 1.93 കേരളത്തിന് കിട്ടുമ്പോൾ ഉത്തർപ്രദേശിനും ബീഹാറിനും കിട്ടുന്നത് 17%. തമിഴ്നാടിന് കിട്ടുന്നത് 3.65%. അവിടുത്തെ 1.92 കേരളത്തിൽ നിന്ന് 1 രൂപ പിരിക്കുമ്പോൾ ഈ കേരളത്തിന് കിട്ടുന്നത് 28 പൈസ. അല്ല, 53 ഇപ്പോ. ഇല്ല 28 പൈസ. 1.92 14 1.92 28 പൈസയാണ് കേരളത്തിന് കിട്ടുന്നത്. ബീഹാറിന് എത്ര കിട്ടുന്ന അറിയോ? 17 രൂപ 74 പൈസയാണ് ഉണ്ണി. ഡിവിസിബിൾ പൂളിൽ കേരളത്തിന് അവസ്ഥ. അന്നേരം നമ്മൾ പറയുന്നത് നമുക്ക് ഈ പറയുന്ന 2010 3.5 കിട്ടിയത് 2023 എത്തുമ്പോൾ നമുക്ക് അത് ഈ പറഞ്ഞ ഇത്രയധികം 15 വർഷം എടുത്തിട്ടല്ലേ നമുക്ക് പകുതിയായി ചുരുങ്ങിയിട്ടുള്ളതെന്ന്. നമ്മൾക്ക് കിട്ടുന്ന നമുക്ക് നഷ്ടപ്പെടുന്ന തുകയെ നമ്മൾ വളരെ ലഘൂകരിച്ച് കാണിക്കുകയും മറുഭാഗത്ത് ഈ പറയുന്ന എല്ലാ ആനുകൂല്യങ്ങളും നമ്മളെപ്പോലെ തന്നെ കിട്ടുകയോ അല്ലെങ്കിൽ നമ്മളെക്കാൾ എല്ലാ കാലഘട്ടത്തിലും
നമ്മൾ എന്താണ് ഉണ്ണി പറഞ്ഞിട്ടുള്ളത്? കേന്ദ്ര സർക്കാർ ഈ ഉത്തരേന്ത്യക്ക് വേണ്ടി ഭരിക്കുന്നു എന്നുള്ളതല്ലേ? അതായത് കേന്ദ്ര ഭരണാധികാരികൾ എവിടെയാണോ ഉള്ളത് അവർക്ക് വേണ്ടി ഭരിക്കുന്നു എന്നല്ലേ എല്ലാ കാലഘട്ടത്തിലും നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അവർക്ക് വേണ്ടി ഭരിക്കുന്ന കാലഘട്ടത്തിൽ അവരെ കൃത്യമായ രീതിയിലോ അല്ലെങ്കിൽ അതിൽ അവരർഹിക്കുന്ന രീതിയിലോ ഫണ്ട് ആ സംസ്ഥാനത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവർക്ക് ഞാൻ പൂർത്തിയാക്കിയാലല്ലേ അത് എനിക്ക് അവസാനം ആ പറയുന്ന ഹെഡ്സിലൊന്നും തന്നെ അവർക്ക് നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ ഈ കാര്യങ്ങളിലൊക്കെ തന്നെയും മുണ്ടുമുറുക്കിയെടുത്ത് നേട്ടം ഉണ്ടാക്കുന്നു, എന്നിട്ട് നമ്മളെ പകുതിയായി വെട്ടിച്ചുരുക്കുന്നു. പിന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഡിവിസിബിൾ പൂളിൻ്റെ കാര്യത്തിലാണ് നമ്മൾ 3.92 എന്നുള്ളത് 1.8 ആയത്. ഇപ്പോൾ ഡിവിസിബിൾ പൂളിലേക്ക് പോകുന്ന ഈ നികുതി വരുമാനം ഉണ്ടല്ലോ അത് വെട്ടിച്ചുരുക്കുകയാണ്. 10% ഈ പറയുന്ന 10ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് സെസ് ഇപ്പോൾ 23-24%. അതായത് ഉത്തരേന്ത്യൻ സർക്കാർ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഈ ഗ്രാൻഡ് ഇൻ എയ്ഡിന്റെ മാനദണ്ഡം ആരാ തീരുമാനിക്കുന്നത്? ഗ്രാൻഡ് ഇൻ എയ്ഡിന്റെ ഫിനാൻസ് കമ്മീഷനാണ് തീരുമാനിക്കുന്നത്. അവർ മാനദണ്ഡങ്ങളാണ് തീരുമാനിച്ചത്. അത് ജനസംഖ്യയുണ്ട്, ഈ പറയുന്ന അതുണ്ട്, ഈ പറയുന്ന വിസ്തൃതിയുണ്ട്, പോപ്പുലേഷൻ ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് 7 മാനദണ്ഡങ്ങളുണ്ട്. ഗ്രാൻഡ് ഇൻ എയ്ഡ് തീരുമാനിക്കുന്ന ഫിനാൻസ് കമ്മീഷനാണ്. അതിനകത്ത് ഫിനാൻസ് മിനിസ്ട്രിക്ക് റോളില്ല, അതിനകത്ത് കേന്ദ്ര സർക്കാരിന് റോളില്ല. ഈ മാനദണ്ഡം വെച്ചാണ് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകൾക്കും നമ്മൾ ഈ പറയുന്ന പൈസ കൊടുക്കുന്നത്. 1. 2, ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന സെസ് പിരിക്കുന്നു എന്ന് പറയുന്നത് വലിയ വർധനയാണ്. 133% വർധനയാണ് സെസ്സിന്റെ കാര്യത്തിനകത്ത് ഉണ്ടായിരിക്കുന്ന. ഐ അഗ്രി. സെസ് മാത്രമല്ല, സർചാർജും പിരിക്കുന്നുണ്ട്. അല്ലല്ല, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ എന്ന് പറയുന്നത് NREGA എന്ന് പറയുന്ന പദ്ധതി, എന്ന് പറയുന്ന പദ്ധതി ഈ സെസ്സിൽ നിന്ന് വരുന്ന പൈസയിലാണ്. പറയട്ടെ, കുറഞ്ഞിട്ടുണ്ട്. അതിന് ഞാൻ അംഗീകരിക്കുന്നു. ഞാൻ അതെ, ശരി, ഞാൻ പറയട്ടെ. NREGA പോലൊരു പദ്ധതി നടക്കുമ്പോൾ ഈ സെസ് സർചാർജിൽ നിന്നൊക്കെ വരുന്ന പൈസയിൽ നിന്ന് തന്നെയാണ് ഈ പദ്ധതികൾ, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കുന്നത്. അതിനകത്തൊരു ഷെയർ സംസ്ഥാനം കൊടുക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. പല സമയങ്ങളിലും ഈ പറയുന്ന വീട് വെക്കുന്ന പദ്ധതി അടക്കം സംസ്ഥാനമാണ് കൂടുതൽ കൊടുക്കുന്നതിനകത്തും എനിക്ക് തർക്കമില്ല. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താ അറിയാം? ഇപ്പോൾ ഈ പറയുന്ന നമ്മളിപ്പോൾ 2 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയിൽ റെയിൽവേക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്. 2 lakh crore rupees ആണ് 2 ലക്ഷം കോടി രൂപ. നമ്മൾ ഈ പറയുന്ന നോർത്ത് ഈസ്റ്റിൽ എവിടെയും ഇതിൻ്റെ ഗുണം കിട്ടത്തില്ല. ഒരു സാഹചര്യമാണ് ഞാൻ ഈ പറയുന്നത്. നോക്കൂ, നമ്മൾ ഈ കാര്യത്തിനകത്തൊന്നും എനിക്ക് കേന്ദ്ര അവഗണനയ്ക്കകത്തൊന്നും തർക്കമില്ല. പക്ഷേ ഒരു പറയുന്ന ഗ്രാൻഡ് ഇൻ എയ്ഡ് പല ഘട്ടങ്ങളിലും വനവിസ്തൃതി എന്ന് പറയുന്നത് കേരളത്തിൽ കൂടുതലുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമുക്കൊരു പൈസ കിട്ടുന്നുണ്ട്. 10% വെയിറ്റേജ് നമുക്കുണ്ട്. ഏകപക്ഷീയമായി പീനലൈസ് ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ പറയട്ടെ, സൗത്ത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും നികേഷേ ഈ പറയുന്ന പോപ്പുലേഷൻ കൺട്രോൾ ഉള്ള സംസ്ഥാനങ്ങളാണ്. ഉത്തരേന്ത്യ പോലെ അല്ല. നമ്മൾ വലിയ രീതിയിൽ ഈ പറഞ്ഞ അടിസ്ഥാനമായി പറഞ്ഞു വെക്കുന്നത് കേന്ദ്രാവിഷ്കൃത പദ്ധതിക്ക് വേണ്ടി സെസ് പിരിക്കുന്നു. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഒരു രൂപ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ നികേഷ് ചൂണ്ടിക്കാണിച്ചൊരു പ്രശ്നമുണ്ട്. 1.90 ഉത്തർപ്രദേശിന് കിട്ടുന്നു, നമുക്ക് 28 പൈസ കിട്ടുന്നു. ഈ ഡെസ്പാരിറ്റി ഉണ്ട്. ഐ എഗ്രി, അതിന് തർക്കമില്ല. അത് പക്ഷേ കേരളം മാത്രമായി അനുഭവിക്കുന്ന ഒരു പ്രശ്നമല്ല. മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡവുമായി ബന്ധപ്പെട്ടാണ് ഇത് നിൽക്കുന്നത്. നോക്കൂ, ഞാൻ വരട്ടെ ഒരു നിമിഷം. അതിന് നമ്മൾ രണ്ടായി തന്നെ പറയണം. ഒന്നൊരു ഭാഗത്ത് ഡിവിസീവ് പൂളിൽ നിന്നുള്ള ടാക്സിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട്. അതേസമയം ഡിവിസീവ് പൂളിലേക്കേ പൈസ വരുന്നില്ല. അതാണ് സെസ് എന്ന രീതിയിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കായി പിരിച്ചുകൊണ്ട് പോകുന്നത്. അതാണ് ഉണ്ണി ബാലകൃഷ്ണൻ നേരത്തെ സൂചിപ്പിച്ച കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്ന് പറയുന്നത്. പക്ഷേ അതിനകത്തൊരു മാനദണ്ഡമുണ്ട്. എന്താണെന്നറിയാമോ? കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സംസ്ഥാന സർക്കാരുകൾക്ക് വിഹിതം ആ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കൊടുക്കണം. ഇന്ന് കേരള സംസ്ഥാനത്തിന്റെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ എത്ര കുടിശ്ശികയുണ്ടെന്നറിയാമോ ഉണ്ണി ബാലകൃഷ്ണന്? 7000 കോടി. ആ 7000 കോടി ആരാ തരേണ്ടത്? കേന്ദ്രമാണ് തരേണ്ടത്. ഇത് വിഷ് ലിസ്റ്റ് അല്ല. ഇത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ അങ്ങ് നേരത്തെ പറഞ്ഞ സെസ് പിരിച്ചുകൊണ്ട് പോകുമ്പോൾ സംസ്ഥാനത്തിന് അവകാശപ്പെട്ടതാണ്. കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലൂടെ സംസ്ഥാനത്തിന് നൽകണം. അവിടെ സംസ്ഥാനത്തിന് വേണ്ടത്ര വിഹിതം കൊടുക്കുന്നില്ല എന്ന് മാത്രവുമല്ല, സെസ്സിനത്തിൽ ഈ പൂളി വരുന്നത് കൊണ്ട് സ്റ്റേറ്റിന് അതിൻ്റെ ടാക്സിൻ്റെ വിഹിതവും കൊടുക്കേണ്ടി വരുന്നില്ല. ഇങ്ങനെ 2 രീതിയിലാണ് സംസ്ഥാനങ്ങളെ ഞെരുക്കുന്നത് എന്നതാണ് ഒരു പക്ഷം. രണ്ടാമത് ഒറ്റ കണക്കിന് വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാം. അങ്ങ് നേരത്തെ പറഞ്ഞത് ഈ സർക്കാരിൻ്റെ ശമ്പളവും പെൻഷനും അടക്കം 71% റവന്യൂ വരവിൻ്റെതാണോ?
ആ കണക്ക് ശരിയല്ല. മൊത്തം പലിശയും കൂടി ചേർക്കുമ്പോഴാണ് 71 വരിക. അതായത് അത് ശമ്പളത്തിൻ്റെയും പെൻഷൻ്റെയും മാത്രമല്ല, മൊത്തം കടത്തിൻ്റെ പലിശ കൂടി വരുമ്പോഴാണ് 71 വരിക. ശമ്പളവും പെൻഷനും കൂടി വന്നാൽ 62% താഴെ നിൽക്കത്തുള്ളൂ. അതാണ് കണക്ക്. ഈ ഉത്തരേന്ത്യക്ക് വേണ്ടിയിട്ടുള്ള പല പദ്ധതികളും ഞാനും സുജിയ പാർവതിയും തമ്മിലുള്ള ചർച്ചയെ അത് കഴിഞ്ഞ ദിവസം അത് സുജയ പറഞ്ഞതിൻ്റെ കാര്യം അല്ലല്ല, സുജയ്ക്ക് പറയാനുള്ള സമയമുണ്ട്. റൈറ്റ്. ഓക്കെ, നേരത്തെ ഉണ്ണിസാർ ഈ സൂചകങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ, 15ാം ധനകാര്യ കമ്മീഷന്റെ. അത് നമ്മൾക്ക് വേഗമായിട്ടല്ല, അതിന് കൃത്യമായിട്ടുള്ള കണക്ക് വെച്ച് Weightage തന്നെയാണ്. കൃത്യമാണ്. അതെ, വെയിറ്റേജ് കൃത്യമാണ്. വരുമാനാന്തരം അതിലാണല്ലോ ഇവിടെ ഏറ്റവും കൂടുതൽ, അതായത് 45%. ദാരിദ്ര്യ അനുപാതം അതിലാണല്ലോ ഏറ്റവും കൂടുതൽ ഇവിടെ കൺഫ്രണ്ടേഷൻ നടക്കുന്നത്. അത് 45% ആണ്. വിസ്തീർണം എടുത്ത് നോക്കുന്നത് അത് 15% മാത്രമാണ്. ജനസംഖ്യയ്ക്ക് 15 വെയിറ്റേജ് അങ്ങനെയാണ്. ജനസംഖ്യാ നിയന്ത്രണ സൂചകങ്ങൾ 12.5, വനവും പരിസ്ഥിതിയും 10%, നികുതി ധനപരമായ പരിശ്രമങ്ങൾ ആ ഹെഡിൽ വരുന്നത് 2.5%. ഇവിടെ നേരത്തെ ബീഹാറിന്റെ കാര്യമൊക്കെ സൂചിപ്പിച്ചല്ലോ. ബീഹാറിന് ഈ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് അടിസ്ഥാനമാക്കി നോക്കുമ്പോഴേക്കും അത് അടിസ്ഥാനമാക്കി കമ്മീഷൻ തീരുമാനിച്ചാൽ കേരളത്തിന് 16ാം ധനകാര്യ കമ്മീഷന്റെ കണക്കിലും കുറഞ്ഞ വിഹിതം മാത്രമേ കിട്ടൂ. കാരണം കേരളത്തിൻ്റെത് 0.55 ആണ്, 0.55%. ബീഹാർ നിൽക്കുന്നത് 33.8-ലാണ്, UP നിൽക്കുന്നത് 22.9-ലാണ്, ജാർഖണ്ഡ് 28.8-ലാണ്, മേഘാലയ 27.8, മധ്യപ്രദേശ് ഏകപക്ഷീയമായ 20.6 അല്ല, കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ കേന്ദ്രത്തെ കുറ്റം പറയുമ്പോൾ ഈ കണക്കുകൾ, ഈ സൂചകങ്ങൾ വെച്ച് മാത്രമേ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. സർ, നേരത്തെ സർ പറഞ്ഞതുപോലെ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി. കേരളം ഒരു വികസിത സംസ്ഥാനമാണ്, കേരളം സൊമാലിയാണെന്ന് പറയാതിരുന്നാൽ മതി. അല്ല, ദാരിദ്ര്യാനുപാതവും ജനസംഖ്യയും ഒരുമിച്ച് പരിഗണിക്കുമ്പോൾ കേരളത്തിന് ഈ 0.55 ആനുപാതികമായിട്ടുള്ള കാര്യമേ കിട്ടുള്ളൂ. അല്ല, അതാണ് പറയുന്നത്. നിങ്ങൾ ഒരേ സമയം തന്നെ പറയുക കേരളം സൊമാലിയാണെന്ന് ആര് പറഞ്ഞു സർ? അതൊക്കെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് അല്ലേ? ഒരു പ്രധാനമന്ത്രി വന്ന് പറയുന്ന കാര്യം എവിടെ പറഞ്ഞോ? പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് കേരളം സൊമാലിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കേരളം സൊമാലിയാണെന്ന് പറയുകയും ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ 24 കൗണ്ടിൽ 24 ഹെഡിൽ കേരളം മുന്നിൽ തന്നെയാണ്. കേരളം ഒരുപക്ഷേ വാലിബന്റെ ഷൂട്ടിന് പോയപ്പോൾ മോഹൻലാലിന് ഒരിടത്ത് വെച്ചിട്ട് അസുഖം ഉണ്ടായി. ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ മോഹൻലാൽ ആ കാര്യം പറഞ്ഞു കൊടുത്താണ്. മോഹൻലാൽ പറഞ്ഞ എന്താണ്, അദ്ദേഹത്തിന് ഈ വാലിബൻ്റെ ഷൂട്ടിന് പോയപ്പോൾ അസുഖം ഉണ്ടായപ്പോൾ അവിടെ ആകെ ഒരു നേഴ്സ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ നേഴ്സിനാണെങ്കിൽ വിദേശത്ത് ജോലി കിട്ടി. അവരെന്നിട്ട് എന്ത് ചെയ്തു, അവിടുത്തെ നാട്ടുകാരുടെ അഭ്യർത്ഥന പ്രകാരം ആ വിദേശത്തെ ജോലി ഉപേക്ഷിച്ച് അവിടെ നിന്നു. അതുകൊണ്ട് മോഹൻലാൽ പറയുന്നത് വെച്ചാൽ അദ്ദേഹത്തിന് ഒരു ചികിത്സ കിട്ടി അവിടെ നിന്നാണ് എന്ന് വെച്ചാൽ. എന്നിട്ട് മോഹൻലാൽ പറയുന്നത് എന്താണ്, കേരളത്തിൽ നിന്നുകൊണ്ട് ഇന്ത്യയിലെ സ്ഥിതി എന്താണ്, ഇന്ത്യയിലെ ആരോഗ്യ രംഗത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ്. ശരിയാണ്, കേരളം ഈ നോക്കൂ, അത് വെറും ഒരു ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ അത് കേരളത്തിൻ്റെ ഒരു മോഡൽ തന്നെയാണ്. ആ നിലയിലുള്ള വികസനം കേരളം സ്വന്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ആ വികസനം സ്വന്തമാക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഡിവിസിബിൾ പൂളിൻ്റെ കാര്യത്തിലാണ് നമുക്ക് കുറവ് വന്നിരിക്കുന്നത്. ശരി, നമുക്ക് ഗ്രാൻഡ് ഇൻ എയ്ഡിൻ്റെ കാര്യത്തിനകത്ത് നമുക്ക് അർഹമായിട്ടുള്ള തുക നമുക്ക് എല്ലാ ഘട്ടത്തിലും കിട്ടുന്നുണ്ടോ എന്നുള്ള പ്രശ്നം. കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ കാര്യത്തിനകത്ത് ഇപ്പോൾ ഉണ്ണി, നമ്മൾ ഇപ്പോൾ ഇവിടെ അരുൺ ചൂണ്ടിക്കാണിച്ച പ്രശ്നമുണ്ടല്ലോ. കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ കേന്ദ്രത്തിൻ്റെ വിഹിതം യഥാർത്ഥത്തിൽ സമയോചിതമായി നമുക്ക് നൽകുന്നുണ്ടോ എന്നുള്ള വിഷയം. നമ്മൾ എത്ര കാലമായി AMS അടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു. ഏത് പദ്ധതിയാണ് കേരളത്തിന് നൽകിയിട്ടുള്ളത്? അപ്പോൾ ഇങ്ങനെ നമ്മളെ എവിടെയൊക്കെ തട്ടാമോ അവിടെയൊക്കെ തട്ടുക, എന്നിട്ട് നമുക്ക് തരാൻ ഉള്ള ഹെഡ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമ്മളെ രാഷ്ട്രീയമായി തന്നെ പരിഗണിക്കാതിരിക്കുക. ഇതൊരു അന്തസ്സില്ലാത്ത സർക്കാരാണ് കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നത്. അല്ല, അതേ സമയം തന്നെ ഒരു കാര്യം പറയേണ്ടതുണ്ട് നികേഷ് കുമാർ. ഈ പറയുന്ന GST കോമ്പൻസേഷൻ നമുക്ക് കിട്ടില്ലെന്നും ഈ പറയുന്ന ഫിനാൻസ് കമ്മീഷന്റെ 1.93 മാത്രമേ നമുക്ക് ടാക്സ് കിട്ടുകയുള്ളൂ എന്നും. അല്ല, GST കോമ്പൻസേഷൻ ഇല്ലെങ്കിൽ അരുൺ GST സെസ് അവിടെ നിർത്തിവെക്കുക. ആയിക്കോട്ടെ, ഒരു നിമിഷം സാർ. ഈ കണക്കുകളെല്ലാം 2021 അതും ഇവിടെ തന്നെ പിരിക്കണം. 2021-ലും 22-ലും ഈ കണക്കുകളെല്ലാം കൃത്യമായിട്ട് ധനമന്ത്രിക്ക് അറിയാമായിരുന്നല്ലോ. അപ്പോൾ ഇതിനെ മറികടക്കാൻ കഴിയുന്ന ഒരു പദ്ധതി സർക്കാരിന് സ്വപ്നം കാണാൻ കഴിഞ്ഞില്ല എന്നതാണ് എൻ്റെ പ്രധാനപ്പെട്ട വിമർശനം. അത് സംസ്ഥാന സർക്കാരിന് ശമ്പള പരിഷ്കരണം കൊടുക്കുന്നത് അല്ലെങ്കിൽ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുന്നത് കൊണ്ട് അങ്ങനെ പറഞ്ഞ പോലെ GST കോമ്പൻസേഷൻ 5 വർഷത്തേക്കാണ് എന്നത് പറഞ്ഞതാണ്. ആ 5 വർഷത്തേക്ക് എന്ന് പറഞ്ഞ GST കോമ്പൻസേഷൻ നമ്മുടെ മുന്നിലെ പ്രളയമില്ല, നമ്മുടെ മുന്നിലെ കോവിഡില്ല. ആ സാഹചര്യത്തിൽ GST കോമ്പൻസേഷൻ തുടരേണ്ടതാണ്. GST കോമ്പൻസേഷൻ ഈ മൊമെന്റിൽ നമ്മൾ വർത്തമാനം പറയുമ്പോഴും കേന്ദ്രം സെസ്സായി പിരിക്കുന്നുണ്ട്, ഈ കേരളത്തിൽ നിന്നടക്കം.
അപ്പോൾ ആ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ അവരുടെ പിരിവ് നിർത്താതെ നമുക്ക് തരില്ല എന്ന് പറയുന്നതിൽ യാതൊരു യുക്തിയുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വിഷ് ലിസ്റ്റിൽ നമുക്ക് നോഷണലായി ഈ കാര്യങ്ങൾ അല്ല, ഇത് കേരളത്തിന് വേണ്ടി മാത്രമുള്ള ഒരു വിഷയമാണോ എം പി നികേഷ് കുമാർ? ഇതേ വിഷയം ഇപ്പൊ കർണാടകയ്ക്കില്ലേ? അല്ല, ഇതേ വിഷയം വെസ്റ്റ് ബംഗാളിലെ ഇന്നിപ്പോ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി കൊൽക്കത്തയിലെ 1.5 കിലോമീറ്റർ നടന്നു 15,000 കോടി രൂപയുടെ കാര്യത്തിനകത്ത്. ഇപ്പൊ കേരളം സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ് കടബാധ്യതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. ഇതൊരു കേരള സ്പെസിഫിക് ഇഷ്യൂ അല്ല. നമ്മൾ പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഭരണഘടനാപരമായി നമ്മളുടെ ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ്. നമ്മൾ ആ സുപ്രീം കോടതിയിൽ ആ ഭാഗം കറക്റ്റ് ആണ്. പക്ഷേ നമ്മൾ അതിന് പെൻഷൻ കൊടുക്കാത്തതിന് കാരണം കേന്ദ്ര സർക്കാരാണ് എന്ന ഒരു സിംപ്ലിഫൈഡ് ഫോർമുലയിലേക്ക് എത്തരുത് എന്നതാണ് എന്റെ. കേരളത്തെ പോലെ ഒരു ചെറിയ വരുമാനമുള്ള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടിലാക്കുക, ഞെരുക്കുക എന്നുള്ളത് ഒരു രാഷ്ട്രീയമായ തീരുമാനമാണ്. ആ രാഷ്ട്രീയ തീരുമാനത്തെ നമ്മൾ രാഷ്ട്രീയമായി തന്നെ ഫൈറ്റ് ചെയ്യണം. ശരി, ഒറ്റ കാര്യം മാത്രം. കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ നടത്തിപ്പിനെ കുറിച്ച് പറഞ്ഞല്ലോ. അത് സംസ്ഥാനത്ത് തന്നെ തദ്ദേശ മന്ത്രി എം ബി രാജേഷിന്റെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ആഴ്ച ഒരു യോഗം നടന്നിരുന്നു. അതിൽ സംസ്ഥാനത്ത് എന്തൊക്കെ നടപ്പാക്കുന്നുണ്ട് എന്നത് കൃത്യമായിട്ട് പറഞ്ഞു. ഇതിൽ കേന്ദ്രമന്ത്രി അടക്കം പങ്കെടുത്തതാണ്. അതിൽ കേരളത്തിൽ 1022 പദ്ധതികൾ, അമൃത് 1 ആ ലെവലിൽ വരുന്ന 1022 പദ്ധതികളിൽ 914 എണ്ണം പൂർത്തിയാക്കി. 1682.32 കോടി രൂപ കേരളത്തിൽ ചെലവഴിച്ചു. 2026 മാർച്ച് 31 വരെയാണ് അമൃത് 2ന്റെ ആ പ്രോജക്ടിന്റെ സെക്കൻഡ് സ്റ്റേജിന്റെ ഇത്. അതുമായി ബന്ധപ്പെട്ട് 229 പദ്ധതികൾ പുരോഗമിക്കുന്നുണ്ട്. അതിൽ 6 എണ്ണം പൂർത്തിയാക്കി. PMGSY അതിലൂടെ 3959.54 കിലോമീറ്റർ റോഡ് നിർമ്മാണം. PMGSY 1 97.9%, PMGSY 2 96.19. ഇത് എം ബി രാജേഷ് എന്ന മന്ത്രി കൈയടിച്ച് പാസാക്കിയ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അധിക ദിവസമായിട്ടില്ല. അപ്പോൾ ഒന്നും നടപ്പാക്കിയില്ല എന്ന് പറയുമ്പോൾ സർക്കാർ UGC കോമ്പൻസേഷൻ 750 കോടി കിട്ടിയിട്ടില്ല. ആരോഗ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ ഭാഗമായിട്ട് കിട്ടാനുള്ളത് 174 കോടി കിട്ടിയിട്ടില്ല. മൂലധന ചെലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 1925 കോടി അത് കിട്ടിയിട്ടില്ല. ഇതെല്ലാം നിലവിലുണ്ട്. അതാണ് ഈ 7000 കോടി രൂപ വിവിധ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ എന്നല്ല. അങ്ങനെ ഈ സെസ് കൊണ്ട് പിരിച്ചുകൊണ്ട് പോകുമ്പോൾ അതിന് കേരളത്തിന് അവകാശപ്പെട്ട ഗ്രാൻസിന്റെ ഇടയിൽ ഒരു കുറവ്. ഇവിടെ അരുണ് ഒന്ന് ഈ സെസ് പിരിച്ചുകൊണ്ടുപോയിട്ട് എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ ഗംഗാ ശുചീകരണത്തിന്റെ കാര്യത്തിനകത്തും പ്ലാന്റിന്റെ കാര്യത്തിനകത്തും പാചകവാതകത്തിന്റെ കാര്യത്തിനകത്തും ഒക്കെ പറഞ്ഞു. ഇതവിടെ നിൽക്കട്ടെ. നമ്മൾ കേരളത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ഈ ശുചിത്വ പരിപാടിയെ നമുക്ക് വീക്ഷിക്കാൻ കഴിയില്ല. നോക്കുക, അങ്ങനെയല്ല. അതുകൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഗുണമുണ്ട് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് ഉണ്ടായാൽ മാത്രം മതി. ഇപ്പോൾ ഗംഗാ ക്ലീനിങ്ങിന്റെ കാര്യത്തിനകത്ത് 2014 മെയ്യിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതിയിൽ 20% പോലും 20% പോലും പൂർത്തിയാക്കാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചിട്ടില്ല. സ്മാർട്ട് സിറ്റീസ് ഈ പദ്ധതി എവിടെയായി നമുക്കറിയാമോ? കേരളത്തിലെ കൊച്ചി അടക്കമുള്ള കേരളത്തിലെ സ്മാർട്ട് സിറ്റി എവിടെ? അതുവിടും പ്രൈവറ്റ് പ്രൊജക്ട് ആണ്. സ്റ്റേറ്റിന്റെ ഷെയർ കൂടിയുള്ള ഒരു പ്രോജക്റ്റ്. എന്റെ ആരുടെ എന്തായി പറയുന്നു? ഒരു സ്മാർട്ട് സിറ്റി എന്ന് പറയുന്ന ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതി കേരളത്തിൽ വരുന്ന പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റിലും ഒക്കെ തന്നെയും സർക്കാരിന്റെ പങ്കാളിത്തം ഉണ്ടാകാറുണ്ടല്ലോ. അത് നമ്മൾ എങ്ങനെയാണ് നിങ്ങൾ താരതമ്യം? ഈ പദ്ധതികൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഈ പറയുന്ന കേരളത്തിൽ നിന്ന് അടക്കം ഭൂരിപക്ഷവും ഒപ്പം തന്നെ ഈ ഡിവിഷണൽ പൂളിലേക്ക് വരാത്ത രീതിയിൽ സെസ് പിരിച്ചു കൊണ്ടുപോകുന്നതും ഒക്കെ തന്നെയും ഈ ഗംഗയിൽ എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. അവിടെ കേരളത്തിന്റെ കെടുകാര്യസ്ഥത എന്ന് പറഞ്ഞ് നമ്മൾ ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളുടെ കഞ്ഞിപ്പാത്രത്തിൽ തന്നെയാണ് മണ്ണ്. എനിക്കൊരൊറ്റ കാര്യമുള്ളൂ, ഇതിനകത്ത് ആശയപരമായും ഭാവനയോടുകൂടി ഇത്തരം പദ്ധതികൾ ആവിഷ്കരിക്കാൻ കഴിയണമായിരുന്നു എന്നതാണ് എൻ്റെ പക്ഷം. കാരണം ഈ പരിമിതികളെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഈ 4 മാസത്തെ പെൻഷൻ കുടിശ്ശികയുള്ള ഒരു സാധാരണ വീട്ടമ്മയോടോ ഒരു സാധാരണ വയോധികയോടോ നമുക്ക് പറയാവുന്ന വിഷയമല്ല. കേന്ദ്രം തരാത്തത് കൊണ്ട് പെൻഷൻ തരില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് മെഡിക്കൽ സ്റ്റോറിൽ പോയി പാരസിറ്റാമോളും പ്രഷറിൻ്റെ ഗുളികയ്ക്കും അവർ ചോദിക്കുന്ന സമയത്ത് മെഡിക്കൽ സ്റ്റോറിലെ ജീവനക്കാരൻ കേന്ദ്രത്തോട് ചോദിക്കൂ എന്ന് പറയാൻ കഴിയില്ല. അത് സംസ്ഥാന സർക്കാർ കാണേണ്ട ഒരു മിനിമം കാര്യമാണ്. അത് വളരെ പെട്ടെന്ന് നടപ്പിലാക്കാൻ കഴിയുന്ന ഒന്നല്ല. അതിന് ഭാവനാസമ്പന്നമായ ഒരു ഭരണശേഷി വേണം. അതിന് പ്രതിപക്ഷം വിമർശിച്ചാൽ കേൾക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണ് എന്നതാണ് എൻ്റെ പക്ഷം. നവകേരള സദസ്സ്, കേരളീയം, അതുപോലെ തന്നെ ഇവന്റ് മാനേജ്മെന്റ്, ആ വിമർശനങ്ങളൊക്കെ അവിടെ നിലനിൽക്കും. പക്ഷേ അതെല്ലാം കൂടി കൂട്ടിയാൽ ഒരു 125 കോടിയേ വരത്തുള്ളൂ. പക്ഷേ നഷ്ടവും സാധാരണക്കാരൻ സംസാരിക്കുന്നത് ലേമൻസ് പോയിന്റ് ഓഫ് വ്യൂ അല്ല എന്നുള്ളതാണ്. അപ്പോൾ കെടുകാര്യസ്ഥതയോ എന്ന ചോദ്യത്തിന് യെസ് എന്ന് 3, നോ എന്ന് 1. ഞാനല്ല. Meet the editors ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി. ഗുഡ് നൈറ്റ്. Meet the editors.